ഈ വചനത്തിൻ്റെ സാരാംശം ഇങ്ങനെയാണ്: വചനം ജഡമായിത്തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ്, ഏകജാതനായവൻ്റെ തേജസ്സായി, പിതാവിൻ്റെ തേജസ്സായി കണ്ടു. മറ്റൊരിടത്ത് അപ്പോസ്തലന്മാർ പറയുകയാണ്, ഞങ്ങൾ അവിടുത്തെ മഹിമ കണ്ട സാക്ഷികൾ. ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികൾ. നാം ഒരുമിച്ചിന്ന് ഈ ഒരു വിഷയമാണ് ചർച്ചക്കെടുക്കുന്നത്. എന്താണ് ഈ ക്രിസ്തുവിലെ മഹത്വം? ആ മഹിമ എന്താണ്? ആ മഹിമയെ എങ്ങനെയാണ് തിരുവെഴുത്ത് വിശകലനം ചെയ്യുന്നത്? പ്രാർത്ഥന പുരസ്സരം നമുക്കിതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് സഞ്ചരിച്ചു വരാം. ഞാൻ പലയിടങ്ങളിൽ ഈ വാക്യം വായിച്ചിട്ടുണ്ട്, പക്ഷേ ഈ വിഷയം ഇന്നാദ്യമാണ് ഇവിടെ സംസാരിക്കുന്നത്. ഈ വചനത്തിലൂടെ ഒരു പുതിയ ആശയവും പുതിയ ചിന്തയും ദൈവാത്മാവിൻ്റെ ഉള്ളിൽ പകർന്നതാണ് നാം ഒരുമിച്ച് പങ്കിടുന്നത്. കർത്താവായ യേശുക്രിസ്തുവും പലസ്തീനിയായിലെ ഒരു സാധാരണ കുടുംബത്തിൽ സാധാരണ മനുഷ്യരായ യോസഫിൻ്റെയും വിശുദ്ധ മറിയത്തിൻ്റെയും സന്താനമെന്ന് സമൂഹം കരുതി ജീവിത പരിമിതിക്കുള്ളിൽ അവിടുന്ന് വളർന്നു. 12 വയസ്സുള്ള ഘട്ടത്തിൽ അദ്ദേഹം ദേവാലയത്തിലിരുന്ന് ന്യായവാദം നടത്തി ശാസ്ത്രിമാരോട് സംസാരിച്ച് അവരെ ഉത്തരം പറവാൻ പ്രാപ്തിയില്ലാത്തവരാക്കി അവിടുത്തെ ആധികാരികത തെളിയിച്ചു. തദനന്തരം അടുത്ത 18 വർഷങ്ങൾ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. 30-ാം വയസ്സിൽ വിശുദ്ധ യോഹന്നാൻ്റെ കരങ്ങൾക്ക് കീഴിൽ സ്നാനമേറ്റു. ഏകദേശം 3.5 കൊല്ലങ്ങൾ പരസ്യ പ്രചരണങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഭാഗമായി പാലസ്തീനിയായിലെങ്ങും യാത്ര ചെയ്തു. വളരെ കുറച്ചുനാൾ മാത്രമേ യേശു പ്രസംഗിച്ചുള്ളൂ. ചെറിയ കാലഘട്ടം മാത്രമേ അവിടുന്ന് ശുശ്രൂഷിച്ചുള്ളൂ. ചെറിയ സ്ഥലപരിധി മാത്രമേ അവിടുന്ന് പ്രവർത്തിച്ചുള്ളൂ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശു സംസാരിച്ച ഭാഷ തികച്ചും ഗ്രാമീണമായൊരു ഭാഷയായിരുന്നു. അതിൻ്റെ പേര് അരമായിക്ക് എന്നായിരുന്നു. അരാമിക്ക് എന്നും പറയാം. ആ ഭാഷയിൽ പ്രസംഗിച്ചു പഠിപ്പിച്ചു. ആ പ്രസംഗം കേട്ട് മുമ്പോട്ട് വന്നവരുടെ അംഗസംഖ്യയിൽ നിന്ന് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരുണ്ടായി. ആ 12 ശിഷ്യന്മാരും ജീവിതത്തിൻ്റെ അതിസാധാരണ മണ്ഡലത്തിൽ നിന്ന് യേശുവിനെ സ്വീകരിച്ചു വന്നവരാണ്. പലസ്തീനിയായുടെ 120 മൈൽ ചുറ്റളവ് വിട്ട് യേശു എങ്ങും പോയി പ്രസംഗിച്ചില്ല. ആ സമൂഹത്തിൻ്റെ പുറത്ത് ഒരു കേൾവിക്കാരനും യേശുവിനുണ്ടായില്ല. 3.5 കൊല്ലങ്ങൾ മാത്രം പ്രസംഗിച്ചു. ഏതാണ്ട് 50-ൽ താഴെ പ്രസംഗങ്ങൾ. അത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് പ്രസംഗിച്ച യേശുവിനെ കുറിച്ചാണ് ലോകത്തേറ്റവും അധികം പ്രസംഗങ്ങൾ രൂപപ്പെട്ടത്. ഈ 4 രാത്രികളിൽ ഇവിടെ വന്ന ജനസഞ്ചയത്തെ നിങ്ങൾ കണ്ടു. സ്വന്തം പണം മുടക്കി, സ്വന്തം വാഹനത്തിൽ കഷ്ടപ്പെട്ട് എന്തിനായിരുന്നു 4 രാത്രികൾ നിങ്ങളിവിടെ സമ്മേളിച്ചത്? കരുത്തുറ്റൊരു പ്രസംഗകനെ കാണാനല്ല, മറ്റേതെങ്കിലും ആകർഷണീയമായ ഒരു കാര്യം കണ്ട് ആസ്വദിച്ചു പോകാനല്ല. ദേവാലയത്തിലും വലിയവൻ നമ്മോടുകൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ഒരു നോക്കവനെ കാണണം. പ്രഭാഷകൻ വാക്കുകളിലൂടെ കോറിയിടുന്ന ചിത്രങ്ങളിൽ കർത്താവായ യേശുവെന്നൊരു പദം കേൾക്കുമ്പോൾ ജനാവലികൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ആരവാരം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബഹുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഈ യേശുവിനെ കുറിച്ചുള്ള പ്രസംഗം 2000 ആണ്ടുകൾക്കപ്പുറത്ത് അങ്ങകലെ പാലസ്തീനിയായുടെ പർവ്വത പ്രദേശങ്ങളുടെ ഉയരങ്ങളിൽ നിന്ന് യേശു തൊടുത്തുവിട്ട ആ ആശയശരങ്ങൾ കാലത്തിൻ്റെ അതിശക്തമായ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മന്ദരികൾക്കും രോമാഞ്ചം വരുത്തിക്കൊണ്ട് അലയടിച്ചുയരുന്ന
എല്ലാത്തരം പ്രതിബന്ധങ്ങളെയും ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് അജയ്യമായി നിൽക്കുമ്പോൾ അജയ്യനായ യുഗപ്രഭാവനായ ആ വ്യക്തിത്വത്തെ ഒരേ സ്വരത്തിൽ ഉയർത്തിക്കൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന സകലരെയും മുമ്പിൽ നമുക്ക് ആത്മാർത്ഥമായി വിളിച്ചു പറയാം, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. നമ്മളൊക്കെ ജീവിതത്തിൽ സത്യം ചെയ്യാറുണ്ട്. പ്ലഡ്ജ്, ഓത്ത് എന്നൊക്കെ സത്യത്തിൻ്റെ ഇംഗ്ലീഷ് പദം. ഇത് പറഞ്ഞാൽ മന്ത്രിമാർ പോലും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ചില മന്ത്രിമാരൊക്കെ കുന്തം കുടച്ചക്രം എന്നൊക്കെ പറയും, അത് വേറെ കാര്യം. ഭരണഘടന കണ്ടിട്ട് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ ഭരണഘടനയുടെ നീതി പുലർത്തുന്ന ആളുകൾ അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഏതായാലും ജോൺ ഫിലിപ്പ് ഒത്തിരി ഞാൻ പറഞ്ഞാൽ പുള്ളി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ മിണ്ടുന്നില്ല. അതിന് കാരണമുണ്ട്. ഏതായാലും പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം, കോടതിയിൽ പോലും സത്യം ചെയ്തിട്ട് വേണം നമ്മൾ മൊഴി കൊടുക്കാൻ. പക്ഷെ ഒരു പ്രശ്നം, നമ്മെക്കാൾ വലിയൊരു വസ്തുവിനെ തൊട്ടേ സത്യം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. കണ്ട, ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ തൊട്ട് സത്യം ചെയ്യുന്ന അവരോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ട് നമ്മേക്കാൾ അവർ വലിയവരാണ്. പ്രായമായൊരപ്പച്ചൻ മൂത്ത മോനെ വിളിച്ച് തലയൊക്കെ വെച്ച് സത്യം ചെയ്യും? ശരിയില്ല. കുഞ്ഞിനെ വിളിച്ച സത്യം ചെയ്യും, അമ്മയെ കുറിച്ച സത്യം ചെയ്യും. നമുക്കിതിനൊന്നും പ്രമാണമില്ല. അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾക്കൊരു മനുഷ്യനെ അറിയാം, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ബൈബിൾ എടുത്തുകൊണ്ട് വന്ന് അതേ അടിച്ചിട്ടൊരു സത്യം ചെയ്യും. ഒരു ദിവസം തെറ്റിപ്പോയി ഡിക്ഷണറി എടുത്ത് അടിച്ച്, ഇതാണ് സത്യവും. ആനയുടെ സുഭാഷോട് പറഞ്ഞു, ഭാഷയെ ഇത്തവണ തെറ്റിപ്പോയി, ഡിക്ഷണറി വെച്ചുള്ള അടിയായിരുന്നു, മാറിപ്പോയതാ, പ്രമാണം അറിയില്ല. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറ്റും. പക്ഷേ ദൈവത്തിനൊന്ന് സത്യം ചെയ്യണം, നമ്മളെ ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണം. സത്യം ചെയ്യേണ്ടി വന്നാൽ ദൈവത്തിന് മീതേ ഒരാളില്ലാത്തത് കൊണ്ട് കർത്താവ് പറയും എന്നാണ്. അങ്ങനെയാണ്. ഇങ്ങനെ യേശു ഒരിക്കൽ പറഞ്ഞു, എന്നാണ് സകല മുഴങ്കാലുകളും എൻ്റെ മുമ്പാകെ മടങ്ങും. സകല മുഴങ്കാലുകളും എൻ്റെ മുമ്പാകെ മടങ്ങും. ഹല്ലേലൂയ. ഭൂലോകരുടെയും അധോലോകരുടെയും സ്വർലോകരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്ന നാമം ഒന്ന് മാത്രമേ ഉള്ളൂ. സ്വർഗത്തെ ആവേശഭരിതമാക്കുന്ന നാമം, ഭൂമിയെ ത്രസിപ്പിക്കുന്ന നാമം, അധോലോകത്തെ ഭയപ്പെടുത്തുന്ന നാമം ഒന്ന് മാത്രമേ ഉള്ളൂ. അത് നസ്രായനായ യേശുവിൻ്റെ നാമമാണ്. യേശുവിൻ്റെ നാമം ഉയരപ്പെടുന്ന ഇടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തിപ്പെടും. യേശു ഉയർത്തപ്പെടുന്ന ഇടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി രോഗശാന്തിയായി, ദൈവകൃപയായി, ഇതുവരെ കണ്ടെത്താത്ത ജീവൽ പ്രശ്നങ്ങൾക്ക് ഉത്തരമായി വ്യാപരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് യേശുവിനെ ഉയർത്താം. ഈ യോഗം തീരും വരെ സർവശക്തനും അകത്തമർപ്പിച്ചു വേണം ദൈവമക്കൾ തിരുസന്നിധിയിൽ ആയിരിക്കാൻ. അപ്പോൾ യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു തേജോ വലയമൊന്നും യേശുവിന് ചുറ്റും ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? ഓറ എന്നൊക്കെ പറയുന്ന ഒരു തേജോ വലയം പലരുടെയും ചിത്രത്തിന് ചുറ്റും ഒരു മഞ്ഞ നിറത്തിൽ ഫോട്ടോഷോപ്പ് ഓടിച്ച കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് ചുറ്റും ഇങ്ങനെ വെക്കും. പക്ഷേ നമ്മളും ഇങ്ങനെ തേജസ്സുള്ള ആളുകളെപ്പോലെ ഇരിക്കും. യേശു പാലസ്തീനിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ ഇങ്ങനൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് മാത്രം മതിയില്ലേ മഷികാണെന്നറിയാൻ. യേശു എന്നല്ല, ലോകത്തൊരു മനുഷ്യനും ചുറ്റും ഇങ്ങനെ പ്രഭാവലയമില്ല. ഇനി ആരെങ്കിലും ഇങ്ങനെ പ്രഭാവലയം കാണുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അതാ ഫോട്ടോഷോപ്പുകാരൻ്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹം തന്നൊരു കാര്യമാണ്. അത്രേ ഉള്ളൂ. അതല്ലാതെ വേറെ ആർക്കുമില്ല ഈ ജ്വലനം. ഇങ്ങനെ എൻ്റെ അറിയണ ചില ആളുകളിങ്ങനെ ഈ ചിത്രത്തിന് ചുറ്റും ഇങ്ങനെ വരച്ചു വെക്കും. നേരിട്ട് കണ്ടാൽ സോഡാ ഗ്ലാസ്സാണ് വെച്ചിരിക്കുന്നത്. പുള്ളിക്ക് എന്നാ കണ്ണ് കാണത്തില്ല. തേജസ് ഉമ്മ ഇങ്ങനെ പറ്റിപ്പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പോട്ടെ. യേശു നമ്മെപ്പോലൊരു മനുഷ്യനായി. നമ്മെപ്പോലൊരു മനുഷ്യനെ കണ്ടിട്ട് എങ്ങനെയാണ് നമുക്ക് ഇതെൻ്റെ രക്ഷിതാവാണെന്ന് പറയാൻ സാധിക്കുന്നത്? എന്നെയും നിങ്ങളെയും പോലെ ഒരു മനുഷ്യൻ. ഇവിടെയാണ് ഞാൻ അഭിമാനകരമായൊരു വസ്തുത പറയും. ലോകത്തിലെ ഏറ്റവും അഭിമാനിയായ ക്രിസ്ത്യാനി ആര് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അത് കർത്താവിനെ ആദ്യം അനുഗമിച്ച അന്ത്രയോസാണ്. നമ്മളും അങ്ങനെയൊക്കെ കേട്ടോ.
പത്രോസിനേക്കാൾ, യോഹന്നാനേക്കാൾ, യാക്കോബിനേക്കാൾ അനുഗ്രഹീതരായ ക്രൈസ്തവരാണ് നമ്മളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? പൗലോസിനെ മാറ്റിപ്പിടി, അദ്ദേഹം ഭയങ്കര ധീരനായ മനുഷ്യനാണ്, നമ്മളെപ്പോലൊക്കെയാണ്, നമ്മളെക്കാൾ വലിയ ആളാണ്. പത്രോസിനാണോ യോഹന്നാനാണോ അന്ത്രയോസിനാണോ യേശുവിൻ്റെ മുമ്പിൽ സ്വീകാര്യത? അനിൽക്കുടത്തോട്ടത്തിനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കാണ്. ഒരു തർക്കമില്ല. എൻ്റെ കൂടെ കൂടുന്നോ? ബേഥേലിൽ കൂടുന്നോ എന്നല്ല ചോദിച്ചത്, കൂടുന്നോ? അതിന് കാരണമുണ്ട്. അവിടെ അന്ത്രയോസിൻ്റെ പ്രസക്തി. അന്ത്രയോസ് എന്ന മനുഷ്യൻ ആണ് ആദ്യത്തെ ക്രൈസ്തവൻ ചരിത്രത്തിലെ. അന്ത്രയോസ് യേശുവിനെ അനുഗമിച്ച കാലത്ത് യേശു ഒരത്ഭുതവും ചെയ്തിട്ടില്ല, കടലിന്മീതെ നടന്നിട്ടില്ല, 5 അപ്പം നുറുക്കി 5000 കൊടുത്തിട്ടില്ല, ലാസറിനെ ഉയർപ്പിച്ചിട്ടില്ല, യൈറോസിൻ്റെ മകളെ ഉയർപ്പിച്ചിട്ടില്ല. ഇതൊന്നും ചെയ്യാത്തവനെ നോക്കി അന്ത്രയോസ് പറയുക, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്ന ആ പരിശുദ്ധനെ ഞാൻ കണ്ടെത്തി. ഈ കണ്ടെത്തലിൻ്റെ പേരാ വെളിപ്പാട്. ഈ കണ്ടെത്തലിൻ്റെ പേരാ ആത്മദർശനം. അന്തരാത്മാവിലൂടെ മാത്രം നോക്കിക്കാണുന്ന ആ കാഴ്ച കൊണ്ട് യേശുവിനെ അനുഗമിക്കുന്നവന്റെ പേരാ ക്രൈസ്തവൻ. ശതകോടി ക്രൈസ്തവർ ലോകത്തുണ്ടെങ്കിലും, എത്ര ആയിരക്കണക്കിന് കോടികൾ ലോകത്തുണ്ടായാലും ആദ്യത്തെ ക്രൈസ്തവൻ യേശുവിനെ കണ്ടത് അകക്കണ്ണുകൊണ്ടാണെങ്കിൽ ആ കണ്ട ജ്വലനം കൊണ്ട് നമുക്കും ഇന്ന് കാണാം ആരാണ് എൻ്റെ രക്ഷകൻ. ഹല്ലേലൂയ. ഈ യേശുവിനെ ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടും വേണ്ടത്ര യഹൂദന്മാരാരും അംഗീകരിച്ചില്ല. ഇനി പക്ഷെ ശിഷ്യന്മാർ നമ്മളോട് പറയുക, ഞങ്ങൾ പക്ഷേ അവൻ്റെ മഹിമ കണ്ടു. മഹിമ കണ്ടു എന്ന് മാത്രമല്ല, അവൻ്റെ തേജസ്, ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ക്ഷമിക്കണം, ഇന്ന് ചിലയിടത്തൊക്കെ ഈ തേജസ് സർക്കാർ കത്തിച്ച് കാണിക്കുക. KSEB വനം വകുപ്പും ഒക്കെ ചേർന്ന് ഇങ്ങനെ കത്തിച്ച് കാണിക്കും. ഒരു വർഷം ഒരു സംഭവം ഉണ്ടായി. ഈ KSEB അതുപോലെ തന്നെ വനം വകുപ്പും കൂടെ മിസ്റ്റേക്കായിപ്പോയി ഇത് പൊക്കി കാണിക്കുന്ന സമയത്ത്. ഒട്ടും വിട്ടില്ല. 2 തവണ തേജസ് പൊങ്ങിയപ്പോൾ പറയാൻ തുടങ്ങി, ഈ വർഷം ഭയങ്കര ശക്തിയായിരുന്നു, അതുകൊണ്ടാണ് 2 തവണ കത്തിയെന്ന്. മനസ്സിലായോ? മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായി, അത്രേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടി അല്ലിത്. മനസ്സിലായില്ലേ? അപ്പം മനുഷ്യൻ കത്തിച്ചാൽ തേജസ് ഇങ്ങനെയാണ്. അപ്പോൾ ആൾ തെറ്റി 2 കൂട്ടരും കൂടെ മിസ്റ്റേക്ക് വന്നു കത്തിച്ചപ്പോൾ പറഞ്ഞു, ഈ വർഷം ഭയങ്കര പവറായിരുന്നു. ഭയങ്കര പവർ, സഹിക്കാൻ വയ്യാത്ത പവറായിരുന്നു. മനുഷ്യൻ കത്തിച്ചാൽ ഇത്രയേ ഉള്ളൂ, അതതിൻ്റെ സംഭവം. പക്ഷെ ദൈവ തേജസ് ഞാൻ കണ്ടു എന്ന് ശിഷ്യന്മാർ 12 പേരും ഒരുപോലെ പറഞ്ഞിട്ട് യോഹന്നാനിൽ അതിനൊരു വിശദീകരണം കൊടുക്കുക. നമുക്കാദ്യം ഈ തേജസ്സിൻ്റെ വഴിത്താരകളിലൂടെ ഒന്ന് യാത്ര ചെയ്യണം. ദൈവ തേജസ് വ്യാപരിച്ച വഴിത്താരയിലൂടെ യാത്ര ചെയ്താൽ ഞാൻ ആദ്യം പറയും, മനുഷ്യൻ എന്നാണ് ഈ ദൈവ സാന്നിധ്യം അക്ഷരാർത്ഥത്തിൽ അനുഭവിച്ചു തുടങ്ങിയത്. അത് പണ്ട് ഏദനിലാണ്. നമ്മൾ 2-ാം ദിവസത്തെ യോഗത്തിലത് കേട്ടു. ഏദനിൽ ആദം ഹവ്വമാർക്കൊപ്പം വെയിലാറുമ്പോഴൊക്കെ യഹോവയായ ദൈവം നടക്കാനിറങ്ങി വരും. എത്ര ആനന്ദമായിരിക്കും ആ ജീവിതം. ദൈവത്തിൻ്റെ ഒരു കരത്തിൽ ആദം പിടിച്ചിരിക്കുന്നു, ഹവ്വ മറുവശത്ത്. നമ്മുടെ സങ്കല്പമാണ്. ആ 2 അനുഭവിച്ച സന്തോഷം എത്ര വലുതാണ്. ദൈവം ജീവിതത്തിൻ്റെ വെയിലാറുന്ന ഘട്ടങ്ങളിലൊക്കെ നമ്മയും വാരിപ്പുണരാൻ ഇന്നും വന്നുകൊണ്ടിരിക്കുക. പക്ഷെ മനുഷ്യനവിടെ ഇല്ല. അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ ഒരാഗ്രഹം, ഏദനിൽ നഷ്ടപ്പെട്ടു പോയ ആ ബന്ധം എനിക്ക് പുനഃസ്ഥാപിക്കണം. ആ ബന്ധം പുനഃസ്ഥാപിക്കുന്ന പ്രക്രിയയുടെ പേരാണ് സുവിശേഷം. ഈ ദൈവ തേജസ് തേജസ്സായി കാണുന്നതും അക്ഷരാർത്ഥത്തിൽ കാണുന്നതും 2. അത് ഓരോന്നും പറയാൻ എൻ്റെ മുമ്പിൽ നേരമില്ല. ഞാൻ ക്രമാനുഗതമായി പറഞ്ഞുവരാം. നമ്മൾ അക്ഷരാർത്ഥത്തിൽ ദൈവ തേജസ് കണ്ടൊരു സ്ഥലമുണ്ട്. നമുക്കൊരു വചനം വായിച്ച് മുമ്പോട്ട് പോകാം. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ.
തേജസ് കണ്ട ഒരിടത്തെ ഞാനൊന്ന് വിശദീകരിക്കാം. പുറപ്പാട് 40:34. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മതി. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തിൽ യഹോവയുടെ തേജസ്സായി വന്നിറങ്ങി. മേഘം ഈ കൂടാരത്തെ മറച്ചു. പുറപ്പാട് പുസ്തകം ഒരാലയത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ചുള്ള വിശദീകരണമാണ്. ആലയത്തിൻ്റെ മനോഹാരിതയെപ്പറ്റിയുള്ള വിശദീകരണമാണ്. ആലയം പണിയാൻ ദൈവം ഒരുവനെ വിളിച്ചു, മോശയ്ക്ക് ദൈവം ഇതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് കാണിച്ചു കൊടുത്തു. ദർശനത്തിൽ ഒരു മാതൃക കാട്ടിക്കൊടുത്തു പർവ്വതത്തിൽ വെച്ച്. ഈ മാതൃക കട്ടിയിട്ട് പറഞ്ഞു, ഇതിൻ പ്രകാരം പണിയണം. ഇത് പണിയാൻ 2 ഗോത്രങ്ങളിൽപ്പെട്ട കരുത്തരായ 2 പേരെ തിരഞ്ഞെടുത്തു. ഒഹോലിയാവ് എന്നറിയപ്പെടുന്ന യഹൂദ ഗോത്രക്കാരനെ തിരഞ്ഞെടുത്തു. അപ്പോൾ യഹോലിയാവും ദാൻ ഗോത്രത്തിൻ്റെ പ്രതിനിധിയും ഇവരുടെ കഴിവുകൾ പറയുന്നുണ്ട്. ഈ 2 ആളും ചേർന്ന് പണി കഴിപ്പിച്ച ദേവാലയത്തിൽ അവർക്ക് ദൈവം സവിശേഷ ബുദ്ധി കൊടുത്തു. പക്ഷേ ഈ പണി നടക്കുമ്പോഴൊക്കെ മോശ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കണക്ക് തെറ്റാൻ പാടില്ല. പണി കൃത്യമായിരിക്കണം. തെറ്റിക്കഴിഞ്ഞാൽ വിളിക്കുന്നത് മോശയാണ്. മനസ്സിലായല്ലോ? മോശ വിളിക്കും. തെറ്റാൻ പാടില്ല. തെറ്റില്ല. കാരണം പണിതവൻ തൻ്റെ ആർജിത കഴിവ് കൊണ്ടല്ല, ആത്മനിറവിൽ പണിതു. കൊത്തുപണികളൊക്കെ ചെയ്തു. പറയപ്പെട്ട സകല കാര്യങ്ങളും അതിൽ ചെയ്തു. അത് ഓരോന്നും പറയേണ്ടതാണ്. പക്ഷേ ഞാൻ എല്ലാവരും പറയുന്ന പോലെ അല്ല അത് പറയുന്നു. നമ്മുടെ വിജോൻ സാറും ഒക്കെ നല്ല തകർക്കുന്ന കേസ് കേട്ടോ. ചാർട്ടറൊക്കെ വരച്ച് കിട്ടി. ഇത് മണിക്കൂറുകൾ അടിക്കുന്ന സാധനമാണ്. ബി ജോസഫ് പാസും ഒക്കെ ഇങ്ങനെ പറയുന്ന സാധനമാണ് സമാഗമന കൂടാരം. ഒരിക്കൽ സമാഗമന കൂടാരം പഠിപ്പിക്കുന്ന ഒരു അപ്പച്ചൻ ഒരു സഭയിൽ വന്നപ്പോൾ MDU കഴിഞ്ഞ കുറേ കുട്ടികൾ ഒട്ടിപ്പുണ്ട്. അപ്പച്ചൻ ചോദിച്ചു, ചട്ടി, ചട്ടുകം, കിണ്ണം ഇതെന്തിനാ കാണിക്കുന്നു? ആ വർഷം MDU കഴിഞ്ഞൊരു സഹോദരൻ റാങ്കിൽ പാസ്സായതാ. അവൻ പറഞ്ഞു, തട്ടുകടയെ കാണിക്കുന്നു. കാരണം അവൻ ആകെ ഇത് കണ്ടേക്കുന്നത് തട്ടുകടയല്ല, ചട്ടി, ചട്ടുകം, കിണ്ണം, അന്താഴം എന്താന്ന്. പിന്നെ അവൻ അത്താഴം ഒന്ന് കേട്ടിട്ടുണ്ട്, അന്താഴം എന്താണെന്ന് അറിയത്തില്ല. പോട്ടെ. ഏതായാലും ഈ തിരുനിവാസമെല്ലാം പണിത് കഴിഞ്ഞ് 2 കൊല്ലം പിന്നിട്ട് 1-ാം മാസം ആലയത്തിന് തിരശീലയും പണിത് കഴിഞ്ഞ് സകല പണിയും പൂർത്തീകരിച്ചിട്ട് മോശയും അഹരോനും പുറത്തിറങ്ങി. മോശയും അഹരോനും അങ്ങനെ ആലയം പണി കഴിപ്പിച്ച ആളുകളൊക്കെ പുറത്തിറങ്ങി. ഇപ്പോഴാരും അതിൻ്റെ ഉള്ളിലില്ല. ഇത്രയും പേർ പുറത്തിറങ്ങിയപ്പോൾ യഹോവയുടെ തേജസ് ആലയത്തിൻ്റെ ഉള്ളിലേക്ക് വ്യാപരിച്ചു. മേഘം കൂടാരത്തെ മൂടി. ഏതാനും മിനിറ്റ് മുമ്പ് വരെ ഈ ആലയത്തിലൂടെ അങ്ങുമിഞ്ഞു ഓടി നടന്ന് നിർദ്ദേശം കൊടുത്ത മോശയെ, നിനക്ക് രീതിയിലേക്ക് പ്രവേശനമില്ല. ഈ ആലയം നന്നായി പണി കഴിപ്പിച്ച ഏറ്റവും കൗശലക്കാരായ നല്ല ബുദ്ധിയും സാമർഥ്യവുമുള്ള 2 ഗോത്രങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങൾക്കും അകത്തേക്ക് പ്രവേശനമില്ല. അഹരോൻ പോലും പ്രവേശിക്കണമെങ്കിൽ ആണ്ടിലൊരിക്കൽ മാത്രമേ അന്തർമന്ദിരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാവൂ. കാരണം ഇവിടെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ തേജസ്. അതുകൊണ്ട് ഞാനൊരു കാര്യം വിളിച്ചു പറയും. ആലയത്തിൻ്റെ വില എന്ന് പറയുന്നത് അതിൽ മുതൽ മുടക്കിയ കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണ്ണ നിർമ്മിത വസ്തുക്കളുടെ വിലയല്ല. വീണ്ടെടുപ്പിൻ വിലയായി ഓരോ ഇസ്രായേലിനും കൊടുത്ത 1/2 ശേക്കൽ വെള്ളി വീതം കൊണ്ട് അവിടെ സംഭാവന കൊടുത്ത ശേഷം ഉണ്ടാക്കിയെടുത്ത വിശിഷ്ട ഉപകരണങ്ങളുടെ വിലയല്ല. അങ്ങനെയെങ്കിൽ 1000 സമാഗമന കൂടാരം അംബാനിമാർക്ക് ഇന്ന് പണിയാൻ പറ്റുമായിരുന്നു. മനസ്സിലായില്ലേ? അംബാനിമാർ നോക്കിയാൽ സമാഗമന കൂടാരം പണിയാമെന്നൊരു കുഴപ്പമില്ലെന്ന്. അദാനി പണിയുമെന്ന് എനിക്കറിയില്ല. അംബാനിമാർ പണിയും. അതുപോലെ പണമുണ്ടവരുടെ കയ്യിൽ. പക്ഷെ അംബാനിയല്ല,
ലോകത്തിലെ സകല കോടീശ്വരന്മാരും തലകുത്തി നിന്നാലും സാധിക്കാത്തൊരു കാര്യമുണ്ട്. ആ കാര്യം മറ്റൊന്നുമല്ല, അതിൻ്റെ മുമ്പിലേക്ക് തൻ്റെ ജനമായ ഇസ്രായേൽ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന ദൈവം തൻ്റെ മഹിമ, തൻ്റെ തേജസ് അവിടെ കൈക്കും. ആ തേജസാലകത്തിൽ വ്യാപരിച്ചപ്പോൾ യഹോവയുടെ പുരോഹിതന്മാർക്കകത്ത് കടക്കാൻ വയ്യ. ഇവിടെ പുരോഹിതനല്ല പ്രധാനം, പണി കഴിപ്പിച്ചവനല്ല പ്രാധാന്യം, മോശയ്ക്കും അഹരോനുമല്ല പ്രാധാന്യം, സാക്ഷാൽ ദൈവ തേജസ്സാണ്. ആ തേജസ് ഇസ്രായേലൊക്കെയും കണ്ടു, ആർത്തു വിളിച്ചു ദൈവത്തിന് മഹത്വം കൽപ്പിച്ചെങ്കിൽ ആ തേജസ്സിനെ നോക്കിക്കൊണ്ട് ഇവിടെ നിന്നുകൊണ്ടൊരു മനുഷ്യൻ, ഒരു ദുർബലൻ വിളിച്ചു പറയാ, ആ തേജസ് ഇതാ ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർക്കുന്നു. ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. ആ മഹത്വത്തിന്റെ പേര് സുവിശേഷം. സമാഗമന കൂടാരത്തിൽ വ്യാപരിച്ച ആ ശക്തി, ആ തേജസ് ജഡമെടുത്ത് ഒരു മനുഷ്യനായി കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ മഹിമ കണ്ടുകൊണ്ടേയിരിക്കുന്നു. 2000 ആണ്ടായി ക്രൈസ്തവ സഭയുടെ ഊർജം ആ കണ്ടുകൊണ്ടിരിക്കുന്ന മഹിമയാണ്. കഴിച്ച ഭക്ഷണത്തിന്റെ ബലമല്ല, ബാങ്ക് ബാലൻസിന്റെ ശക്തിയല്ല, ആരൊക്കെ സ്പോൺസർ ചെയ്യുമെന്നുള്ളതല്ല, എനിക്കും നിനക്കും നേടിയെടുക്കാൻ കഴിഞ്ഞ വിദ്യാഭ്യാസമല്ല, പ്രതിമാസ ശമ്പളത്തിന്റെ കരുത്തല്ല, 2000 വർഷത്തെ മാർഗത്തിന്റെ ജ്യോതിസ്. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു, ഞങ്ങൾ അവന്റെ മഹിമ കണ്ടു. ആ വെളിച്ചത്തിന്റെ വഴിത്താരയിലൂടെയാ ഞങ്ങളുടെ യാത്ര. ഈ ജൈത്രയാത്ര തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. സകല പ്രതിബന്ധങ്ങളെയും നോക്കി ഭക്തൻ വിളിച്ചു പറയട്ടെ, നിന്നാൽ ഞാൻ പടക്കൂട്ടങ്ങളുടെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഒരു വലിയ വീര്യം, ഒരു വലിയ ദൈവകൃപ കാലത്തെ അതിജീവിക്കുന്ന നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരമായി എങ്കിലും നിന്നിലും ഇപ്പോൾ വ്യാപരിക്കുന്നുണ്ട്. ഈ കൺവെൻഷൻ ദൈവജനത്തിന് അത്തരം പുത്തൻ നിയോഗമാകട്ടെ, അത് ബലം പകരട്ടെ. എല്ലാ പ്രതിസന്ധിയും നോക്കി ഭക്തൻ പറയണം, ഞങ്ങൾ പിന്നോട്ടില്ല, ഒരിഞ്ച് പിന്നോട്ടില്ല. സാത്താന്യ ശക്തികളുടെ ഇരുട്ടിന്റെ മുഖത്ത് നോക്കി പറയണം, ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറില്ല. ആയുധം രാഗി വിനിപ്പിച്ച് നമുക്കൊരേ സ്വരത്തിൽ പറയാം, നീ വാളും വടിയും കൊണ്ട് ഞങ്ങൾക്കെതിരെ വരുമ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു അതിപരിശുദ്ധ നാമമുണ്ട്. നീ നിന്ദിക്കുന്ന ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിനക്കെതിരെ വരുന്നു. ഈ നാമം ധരിച്ച ഒരുവനും തോറ്റുപോകാൻ ഇടവരാത്ത വിധത്തിൽ നമ്മെ സംരക്ഷിച്ച ആ ദൈവ തേജസ്സാണ് ആലയത്തിന്റെ വില. ആ തേജസ് ആലയത്തിൽ വ്യാപരിച്ചു. ഹല്ലേലൂയ. ഇസ്രായേലിന് പിന്നെ ഒരു പ്രശ്നമുണ്ട്. ഒരു കരഞ്ഞ് പ്രാർത്ഥിച്ച് തേജസ് ഇറക്കും. തേജസ് ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇവന്മാരങ്ങ് പോവും. അനുസരണ ഇല്ലാത്ത കക്ഷികളാണ്, അവർ വിട്ടുപോവുക. ഒടുക്കം ഒരു വിധത്തിലൊക്കെ ഇസ്രായേൽ ജനത ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഘട്ടത്തിൽ ഒരു പുരോഹിതൻ, നിങ്ങൾക്ക് പരിചയമുണ്ട്, ഏലി. ഏലി എന്ന് പറയുമ്പോൾ നമ്മുടെ സക്കായി എന്ന് പറയുമ്പോൾ പൊക്കം കുറഞ്ഞ ആളെന്ന് പറഞ്ഞ പോലെ ഏലി എന്ന് നിങ്ങൾക്കറിയാം, കണ്ണുമങ്ങി. കണ്ണുമങ്ങിയാലും ചില പുള്ളികൾ വിട്ടുകൊടുക്കുകയില്ല. ഒരിക്കൽ ഒരു പ്രായാധിക്യം കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഒരപ്പച്ചൻ, ഇത്തിരി പ്രായമായി, 85-90 വയസ്സായി. പ്രായമാകുന്നത് പ്രശ്നമല്ല കേട്ടോ. ഇന്നലെ പ്രസംഗിച്ച തോമസ് മാമൻ സാറിന് 85 വയസ്സാ, ഒരു പ്രശ്നമല്ല. എന്ന് ഊർജ്ജസ്വലതയോടെ നിൽക്കുന്ന ആ യൗവനത്തിൻ്റെ പ്രസരിപ്പ് അദ്ദേഹത്തിലുണ്ട്. അങ്ങനെ നിരവധി ദിവാസന്മാരിവിടെയുണ്ട്. 85-70 വയസ്സായിട്ടും ഊർജ്ജസ്വലതയോടെ നിൽക്കുന്ന നിരവധി ദിവാസന്മാരെ ഇവിടെ കാണാം. 18 വയസ്സുള്ള കിളവന്മാരെയും ഞാനിവിടെ കാണുന്നുണ്ട്. 17 വയസ്സ് കഴിഞ്ഞത്ര കിളയിമാരിട്ടിപ്പുണ്ട്. അയ്യടാ, ഇവിടെ ഒരു പിടി. പ്രായമല്ല, ഊർജ്ജസ്വലത നിലനിൽക്കണം. പ്രൈസലോ. നമ്മളതിന് ഈ കളറൊക്കെ അടിച്ച ഊർജ്ജസ്വലത നിലനിർത്തുന്നു. അങ്ങനെയാ. ഈ ഡൈ ചെയ്യുന്നതൊരു തെറ്റൊന്നുമല്ല. ഞാൻ അടുത്ത കാലത്ത് കണ്ടുപിടിച്ച പൗലോസ് ഡൈ ചെയ്യുമായിരുന്നു. തിരുവഴുത്തി വ്യക്തമായിട്ട് എഴുതിയിരിക്കില്ലേ, ഐ ഡൈ എവരി ഡേ. സെയിൻ പോൾ എഴുതി വെച്ചിരിക്കുന്നത്, ഇംഗ്ലീഷ് വായിക്കണം. ഐ ഡൈ എവരി ഡേ. നീലഗിരി നമുക്കാണോ പാടല്ലേ? എല്ലാ ദിവസവും ഡൈ ചെയ്യുമായിരുന്നു. അനീസ് സാറിന് മനസ്സിലായോ? മാണി സാറെ എഴുതിയിട്ടില്ലേ? തിരുവഴുത്തിലുണ്ട്. മാണി കുര്യാക്കോസ് സാറെ ഇപ്പോഴാണ് കണ്ടത്.
അപ്പോൾ ഐ ഡൈ എവരി ഡേ എന്ന് പറയുമ്പോൾ ഷാജിപ്പാസ് നോക്കുന്നു. അങ്ങനെ ഡൈ ചെയ്യല്ലേ, എവിടെ ചെയ്യാനാ? മാലം ഷാജിപ്പാസ് ഇവിടെ ഡൈ ചെയ്യാനോ? പോട്ടെ, പുള്ളി നിരപരാധിയാണ്, നമുക്ക് വിട്ടേക്കാം. വചനത്തിലേക്ക് വരാം. ഈ എലിപ്പുരോഹിതൻ്റെ കണ്ണു മങ്ങി. ഈ പ്രായമുള്ള അപ്പച്ചനെ ശവടക്കന് വിളിച്ചു. ഇരുന്നിരുന്ന് നമ്മളെയൊക്കെ ഒരു ശവടക്കല്ലേ, ശവം എഴുന്നേറ്റ് വന്ന് തല്ലിയാലും ചിലർ അടക്കുകയില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ കേട്ട് അവസാനം മടുത്തിട്ട് ശവം എഴുന്നേറ്റ് വന്ന് പെട്ടക്കിട്ടൊന്ന് കൊടുക്കും, എന്നാലും നിർത്തുകയില്ല. ചിലർക്ക് അതറിയില്ല, നിർത്താൻ അറിയില്ല, അങ്ങ് പോവുക. ഉയർപ്പൂടെ കഴിഞ്ഞേ പുള്ളി നിർത്തുള്ളൂ എന്ന് തോന്നും, അങ്ങ് പോവുകയാണ്. പക്ഷേ ഇങ്ങനെ നീണ്ട് ശുശ്രൂഷ പോയി. ഇതൊക്കെ പറയാം, ഞങ്ങളിങ്ങനെ ഒന്നും നീട്ടൂല ഏത് പ്രമുഖം വന്നാലും. കാരണം ഈ അവസാനം നമ്മൾ എടുക്കാൻ നേരം ഓടി വരുന്ന കുറേ രാഷ്ട്രീയക്കാരുണ്ട്. ആ പനി വേണ്ട, അങ്ങ് വീട്ടിൽ വെച്ചാൽ മതി. മനസ്സിലായില്ലേ? ഇയാൾക്കും എനിക്കും എല്ലാം 24 മണിക്കൂറേ ഉള്ളൂ. അവസാനം അങ്ങനെ അനുശോചനമൊന്നും വേണ്ട, ഞങ്ങൾ ജയിക്കാറില്ല. ഇന്നലെ രാത്രി വന്ന് പറഞ്ഞോണം, നിങ്ങൾക്ക് പ്രിയപ്പെട്ട വീട്. ഇവന്മാർ ആ പീക്ക് അവറിൽ ഓടി വരും. ഒത്തിയൊക്കെ വരുന്ന കക്ഷികളുണ്ട് ബിജു സാറേ, അവസാനം പറയാൻ വേണ്ടി ഓടിയൊരു വരവാണ്, നടക്കല്ലോ. അങ്ങനെ ഞാൻ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ എലക്കൊടിഞ്ഞി സഭയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാനൊരു ശവടക്കാൻ ചെന്നപ്പോഴേക്ക് അവസാന സമയത്ത് ഉമ്മൻചാണ്ടി സാറ് പോലും നേരത്തെ വരാനിരിക്കുക. അവസാനം അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു അസൗകര്യം ഉണ്ടെന്ന്. അന്നേരം നാട്ടുകാർക്ക് വരാൻ താമസം. ഞാൻ പറഞ്ഞു എനിക്കും നിങ്ങൾക്കും എല്ലാം 24 മണിക്കൂറേ ഉള്ളൂ, ഞങ്ങൾ വെറുതെ വന്നിരിക്കുകയല്ലേ ഇവിടെ. ചിലരുടെ വിചാരം പാസുമാർ തലേ രാത്രി പോലെ വെറുതെ ഇവിടെ ഇരിക്കുക എന്നാലേ. അല്ലല്ല, സമയത്തിൻ്റെ വില പറയാൻ കേട്ടോ. നമുക്കെല്ലാം 24 മണിക്കൂറേ ഉള്ളൂ. ഞാൻ നിങ്ങളെക്കാൾ നേരത്തെ വന്നല്ലേ. അപ്പോൾ ഇങ്ങനെ വലിച്ചു നീട്ടുക. ഈ സെൻട്രൽ പാഷ് ഇരുന്നിരുന്ന് മടുത്തിട്ട് അവസാനം പുള്ളി എഴുന്നേറ്റു. പുള്ളി എഴുന്നേറ്റപ്പോഴത്തേക്ക് ഓർമ്മ എല്ലാം കുറഞ്ഞതാണ്. അപ്പോൾ ഈ ശവം ഇങ്ങനെ ഈ വെള്ള തുണിയൊക്കെ ഇട്ട് പുതപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞാൽ തുടർന്ന് നമ്മുടെ സെൻറ്ററിൻ്റെ ശുശ്രൂഷകൻ മുമ്പോട്ട് വന്ന് ശുശ്രൂഷ നടത്തുമെന്ന് പറഞ്ഞു. പുള്ളിയുടെ ഓർമ്മ മാറിയിട്ട് അങ്ങനെ കൊടുത്തത് കർത്തൃമേശയാണ്. വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ആ കർത്തൃമേശ ചെയ്തു. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നാൽ അതാ വൈബ്രേഷനൊക്കെ ഇട്ട് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യാൻ. വാങ്ങി ഭക്ഷിപ്പിൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. ആരാണ്ട് തട്ടി പറഞ്ഞു അങ്ങോട്ട് വരിക അടവന്നു. വീണ്ടും തട്ടി പിള്ളേരാരുണ്ട്. അന്നേരം ഇതുപോലെ പറഞ്ഞു. ചെല്ലു മാറുകയല്ല, ഇതുപോലായിരുന്നു എലിപ്പുരോഹിതൻ. അതിന് പറ്റിയ 2 മക്കൾ കണ്ണുമങ്ങി അപ്പച്ചൻ്റെ മുമ്പിലൂടെ ഇവന്മാരെങ്ങനെയോ പണി കഴിപ്പിച്ച് വെച്ച 2 മുപ്പല്ലിയുണ്ട്. ഈ സാധനം കൊണ്ടുപോയി ഈ വസ്തു, ഈ യാഗവസ്തു ദഹിക്കും മുമ്പ് ഇവന്മാരുടെ പീസ് ഇവന്മാരെടുത്തുകൊണ്ട് പോരും. ആരെങ്കിലും തടഞ്ഞ അടിക്കും. എന്തൊരു ക്രൂരമാണ്. ഇങ്ങനെ ചില മക്കളുണ്ട്. ഞാൻ പരിചയമുള്ള കുറേ പിള്ളേരാണ്. തിരുവനന്തപുരം ഭാഗത്തുനിന്ന് നമ്മുടെ ലൂക്കോസ് ബ്രദറെ അറിയുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇവന്മാർ ഈ പരശവം നടത്തി ഈ മാവേലിക്കര ഭാഗത്ത് വന്നപ്പോൾ ആരോ സുവിശേഷ വിരോധികൾ കയറി ഇവന്മാർക്കിട്ട് അടിച്ചു. ഇവന്മാർ നമ്മളെപ്പോലുള്ള പിള്ളേരല്ല, നല്ല പണിയറിയാവുന്ന പിള്ളേരായിരുന്നു. അവിടെങ്ങും പോയി ആവശ്യമില്ലാത്ത പണി ചെയ്തേക്കില്ല. നല്ല പണിയറിയാവുന്ന പിള്ളേർ ചുവടെ നിന്ന് ഒരു പെരുമാറ്റം തിരിച്ചങ്ങ് പെരുമാറി. ചെവിക്കുറ്റിക്ക് അടിച്ചതാ, തലമുടി കരിഞ്ഞു പോയി എന്നാണ് എൻ്റെ അറിവ്. ഊപ്പറടി. അത് എണ്ണം പറഞ്ഞുള്ള അടിയല്ല. ഇപ്പം ആപ്പയുപ്പ വാടാ പോടാന്നുള്ള പരിപാടിയൊന്നുമില്ല. ഒന്നും പറഞ്ഞില്ല അവർ. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. അടി ഒടുക്കം പ്രശ്നമായി. സബ് ഇൻസ്പെക്ടറുടെ അടുത്തെത്തി വിഷയം. പുള്ളി ഇത് പഠിച്ചു വന്നപ്പോഴേക്ക് ന്യായം ഈ പരശോധന നടത്തിയവരടുത്താണ് മനസ്സിലായി. അപ്പോൾ പുള്ളി ചോദിച്ചു, അല്ല നിങ്ങളെന്തിനാ അമ്മാരവിടെ പ്രസംഗിച്ചപ്പോൾ അവിടെ കുഴപ്പം പോയത്? ഇപ്പോൾ ഈ നന്നായിട്ട് അടി കൊണ്ടവൻ അവിടെ നിൽക്കുക, അവനിപ്പോൾ കേസുമില്ല വഴക്കുമില്ല, ഊരിയാൽ മതി. ഇവൻ സർക്കിളിനോട് SIയോട് പറയാ, എൻ്റെ പൊന്നു സാറേ, പാസ്റ്റർമാരാന്നോർത്താ സാറേ ഞങ്ങൾ തല്ലിയേ. എന്തൊരാശയം അമ്മരാ പറഞ്ഞേ, പാസ്റ്റർമാരാന്നോർത്താ തല്ലിയെന്ന്. അപ്പോൾ അവൻ്റെ വിചാരം പുതിയ അഭ്യാസം പഠിച്ചാൽ അതൊക്കെ പ്രവർത്തിക്കേണ്ട ശരീരമാണ്. ഞങ്ങളുടെ ഈ ശരീരം ഒന്നും ധരിച്ചു വെച്ചിരിക്കുന്ന അബദ്ധം പറ്റില്ല. ഞാനുമാരെ കണ്ട് നീയൊക്കെ എന്തുകൂടെ കാണിച്ചെന്ന് ചോദിച്ചു. എൻ്റെ എത്ര നേരമാണ് നോക്കി നിൽക്കുന്നത്, മേല് വന്നു കഴിഞ്ഞാൽ പിന്നെ
അങ്ങനെയല്ല, ശരീരം ക്രൂശിക്കണം. ശരിയല്ലേ? ശരീരം ക്രൂശിക്കണം. ഹല്ലേലൂയ. ഈ മറുവശം കൂടെ ഒന്ന് പറയാം. എനിക്കൊരു സ്നേഹിതനുണ്ട്. അദ്ദേഹത്തെ കുറേ പേര് അടിച്ചു. ആർക്കച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു. ഇദ്ദേഹത്തെയും പിടിച്ചു, എല്ലാവരെയും പിടിച്ചു. അങ്ങോട്ട് കൊണ്ടില്ലുമ്പോൾ, നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്, അങ്ങോട്ട് എല്ലുമ്പോൾ പെട്ടെന്ന് എസ് ഐ ചാടി എഴുന്നേറ്റു. വന്നിരിക്കുന്ന ആളെ കണ്ട് അടി കൊണ്ട ആളിന് എന്താണെന്നറിയോ? ഈ എസ് ഐയെ കുങ്ഫു പഠിപ്പിച്ച ആളായി പാസ്. എസ് ഐ ചോദിച്ചു, മാഷെ ഉമ്മാർ തല്ലിയപ്പോൾ എന്താ തിരിച്ചടിക്കാൻ? സാർ, ഈ കര യേശുവിന് വേണ്ടി ക്രൂശിച്ചതാ. എസ് ഐ ഒട്ടും വിട്ടില്ല. മര വിളിച്ചിട്ട് പറഞ്ഞു, ഈ അണിവരലിന് കുത്തിയാൽ നീ മൂന്നായിട്ട് ഓടി. ഇതാരാന്നറിയോ? അറിയോ? അലകിനടിച്ചാൽ അല ഒടിഞ്ഞു പോവും. ഇങ്ങനെ ശ്വാസപ്പരുക്കത്തിൽ നിന്നാൽ മതി, അല ഒടിഞ്ഞ് പല കഷ്ണമാവും. ഇങ്ങനെയുള്ളവരുമുണ്ട്. ഇതാണ് ക്രിസ്തുവിൻ്റെ അനുകരണീയ മാതൃക. പ്രൈസലോ. നമുക്ക് മുമ്പോട്ട് പോകാം. ഇപ്പോൾ പുരോഹിതൻ്റെ മക്കൾ തല്ലിപ്പൊളിയായിട്ട് നടക്കുകയാണ്. സ്തോത്രം. ഇവിടുന്ന് അടുത്ത ഘട്ടം, പുരോഹിതൻ്റെ മക്കളിൽ ഒരുവൻ്റെ ഭാര്യ പ്രഗ്നൻ്റാണ്. ആ ഘട്ടത്തിൽ വലിയ യുദ്ധം വരുന്നു. യുദ്ധരംഗത്തേക്ക് പയറ്റാനുള്ള സകല ആയുധങ്ങളും പ്രയോഗിച്ചിട്ടും ശത്രു സൈന്യത്തിൻ്റെ മുമ്പിൽ പരാജയപ്പെടുന്നു. ആരോ ഓതിക്കൊടുത്ത തെറ്റായ വാദം കെട്ടിട്ട് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ചുമന്നുകൊണ്ട് ഫെലിസ്ത്യരുടെ മുമ്പിൽ വച്ചു. പെട്ടകം പിടിക്കപ്പെട്ടു. പുരോഹിതൻ ഇതറിഞ്ഞ് കഴുത്തൊടിഞ്ഞു മരിച്ചു. കഴുത്തൊടിഞ്ഞ് പിന്നോട്ട് വീണും കഴുത്തൊടിഞ്ഞു മരിച്ചു പുരോഹിതൻ. വാർത്തയറിഞ്ഞ് ചഞ്ചലചിത്തരായ ആളുകൾ ഇങ്ങനെ കാത്തിരിക്കവേ അയാളുടെ ഭാര്യ പ്രസവിച്ചു ഓഫിനിട്ട്. ആ കുട്ടിക്ക് അവളൊരു പേരിട്ടു, ഈ ഖാബോദ്. ഖാബോദ് അർത്ഥം മഹത്വം. ഒരു എബ്രായ ധാതുവിന് പിന്നിൽ ഈ ശബ്ദം വന്നാൽ അർത്ഥം നെഗറ്റീവാകും. ഈ ഖാബോദ്, ദർ ഇസ് നോ ഗ്ലോറി. മഹത്വം നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൂ, പെട്ടകത്തിൻ്റെ ഭംഗിയിലോ ചാതുര്യത്തിലോ മണ്ണായിട്ട് വെച്ച പൊൻപാത്രത്തിലോ അഹരോന്റെ തളുത്ത വടിയിലോ അല്ല മഹത്വം നിലനിൽക്കുന്നത്. ദൈവമഹത്വം ഇറങ്ങുന്നില്ലെങ്കിൽ ഇത് കേവലം ഒരു പെട്ടി മാത്രം, ഒരു പേടകം മാത്രം. ദൈവ സാന്നിധ്യം ഇറങ്ങിയെങ്കിൽ മാത്രമേ വിശുദ്ധ പേടകത്തിനും അതിൻ്റെ അർത്ഥ തലങ്ങളെ കൈവരിക്കാൻ സാധിക്കൂ. മഹത്വം ഇസ്രയേലിൽ നിന്ന് പോയി. അങ്ങനെ വിട്ടാലൊക്കത്തില്ലല്ലോ. നമുക്കിനി ഒരു വചനം വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചുകൊള്ളൂ. ഈ മഹത്വം തിരിച്ച് ആലയത്തിലെത്തുന്ന ഒരു ദർശനം നിങ്ങൾക്ക് കാണാം. വായിക്കാം. 1 രാജാക്കന്മാർ 8:9. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ മോശ ഹോരേബിൽ വെച്ച് അതിൽ വെച്ചിരുന്ന 2 കൽപ്പലകയല്ലാതെ പെട്ടകത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു. കേൾക്കണം. മഹാനായ സോളമൻ ദൈവാലയം പണി കഴിപ്പിച്ചു. മഹത്തരമായ ദൈവാലയം പണി കഴിപ്പിച്ച് സമർപ്പണ ശുശ്രൂഷ നിർവഹിച്ചു. ദൈവമേ, നീ കൂരിരുളിലും വസിക്കുന്നവനാണ്. സ്വർഗാതിസ്വർഗത്തിലും ഒതുങ്ങാത്ത അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ ഈ ആലയത്തിനുള്ളിൽ ചുരുക്കുകയല്ല. പക്ഷെ നിന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ അഭയയാചനയ്ക്ക് ഉത്തരം നൽകും. അത് ഞങ്ങളുടെ അനുഭവമാ. ആ പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ തേജസ് ആലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. വായിച്ച വചനം പറയുക, പുരോഹിതന്മാർക്ക് ആലയത്തിന്റെ അകത്ത് കടന്ന് ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ മഹത്വം ആലയത്തിലേക്ക് തിരിച്ചു വന്നു. ആലയത്തിൽ തിരിച്ചു വന്ന മഹത്വം, ദൈവ തേജസ് നമ്മൾ സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ദൈവത്തിൻ്റെ മക്കളെ,
എന്നെയും നിങ്ങളെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവീ മഹിമയുടെ ശക്തിയെ ആവോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, സമൂഹത്തിലേക്ക് എത്തിക്കാൻ ഉള്ള വലിയ ബാധ്യത ഏറ്റെടുത്തു വേണം ഇന്ന് രാത്രി ദൈവജനം കേട്ട ഏതൊരാളും ഈ സ്ഥലം വിട്ട് മടങ്ങിപ്പോകാൻ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവകൃപ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ, ചോർന്നു പോകാൻ ഇടവരാതെ അതിനെ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. എനിക്ക് എൻ്റെ സ്നേഹിതൻ ഒരു കത്തോലിക്ക പുരോഹിതൻ അടുത്ത കാലത്തെല്ലാം വീഡിയോകൾ അയച്ചു തന്നു. ഞങ്ങൾ നല്ല സഹോദരി ബന്ധമുള്ളവരാണ്. എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഈ വീഡിയോ ഒക്കെ ചേർത്ത് വെച്ച് ഒരു പ്രതികരണം നടത്തണം, അത്യാവശ്യം ഛത്തീസ്ഗഡിൽ പ്രവർത്തിക്കുക അദ്ദേഹം. നമ്മുടെ ഈശാസ് പാസ്റ്റർക്കൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് ആധികാരിക ഗ്രാഹ്യമുണ്ട്. പക്ഷെ നമുക്ക് യൂട്യൂബിലിടാൻ വയ്യ, കാരണം റിലീജിയസ് വയലൻസിന് കേസെടുക്കും. എന്താ സംഭവം എന്നറിയണ്ടേ? ഛത്തീസ്ഗഡിലെ പ്രാർത്ഥനാ മന്ദിരങ്ങൾക്കുള്ളിലേക്ക് വടിയും വാളുമായി ആളുകൾ ഓടിക്കയറുന്നു. പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുന്ന ദൈവദാസന്മാരെ അടിച്ച് നിലംപരിചാക്കുന്നു. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വസ്ത്രം വലിച്ചീറി നഗ്നരാക്കുന്നു. പിഞ്ചോമലകളുടെ മുമ്പിൽ അമ്മയെ അപ്പനെ നഗ്നരാക്കി മർദ്ദിക്കുന്ന ഭീകര ദൃശ്യങ്ങൾ. മതപരിവർത്തനം ചെയ്യുന്നു എന്ന കുറ്റം ചുമത്തിക്കൊണ്ട് നൂറുകണക്കിന് ദേവാലയങ്ങൾ ഉഴുതുമറിച്ചു തകർക്കുമ്പോൾ ഭക്തൻ ഭാരപ്പെടരുത്. ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഒരു കാര്യം ഓർത്തണം, ആ സ്ഥലത്തും ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങിയാൽ, ആ ദൈവത്തിൻ്റെ കൃപ അവിടെ വ്യാപരിച്ചാൽ, നാളെയുടെ ഇന്ത്യയുടെ ചിത്രം മാറ്റിവരക്കത്തക്ക വിധം അഭിഷിക്തന്മാരായ ദൈവദാസന്മാർ അവിടേക്ക് കടന്നു ചെല്ലും. യേശുവിനെ ഉയർത്തും. കർത്താവ് ഉയർത്തപ്പെടുന്ന ഇടത്ത് സുവിശേഷ പീഡനങ്ങളെ, ഇത്തരം പ്രതിബന്ധങ്ങളെയും ചെറുത്തു തോൽപ്പിച്ച ചരിത്രമാണ് ക്രിസ്തീയ സഭയുടെ സാക്ഷ്യം. അത് മുറുകെ പിടിക്കാനുള്ള നമ്മുടെ ബാധ്യതയിൽ ഒരിക്കൽ കൂടി പ്രതിജ്ഞാബദ്ധരായിട്ട് വേണം ഏവരും ഇവിടം വിട്ടു പോകാൻ. ഞാൻ കഴിഞ്ഞ രാത്രി ഇവിടെ ഇല്ലാതിരുന്നത് വാളകത്തായിരുന്നു. ഇന്നവിടെ ബഹുമാനനായ പാസ്റ്റർ OM രാജകുട്ടി അവരുകളാണ് പ്രസംഗിക്കുന്നത്. അവിടെയും ഞാൻ ജനങ്ങളെ കൊണ്ടൊരു തീരുമാനം എടുപ്പിച്ചു. നിർബന്ധിച്ചല്ല. ഛത്തീസ്ഗഡ് പോലെയുള്ള ഇടങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് സുവിശേഷ വേലയും ബൈബിളും താഴ്ത്തി വെക്കാനല്ല തോന്നുന്നത്, ആവേശപുരസരം പ്രസംഗിക്കണം യേശുവിനെ പറ്റി. നിങ്ങളുടെ ആ ഒരൊറ്റ പ്രസംഗം കൊണ്ട് ആ നാടിന് മാറ്റം വരാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്തിനിവിടേക്ക് പോകാൻ മടിക്കണം? നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളൂ. അവിടേക്ക് ദൈവം തന്റെ ദാസന്മാരെ അയക്കാൻ അല്ല, നിങ്ങൾക്ക് തന്നെ കടന്നു പോകാൻ ഒരു നിയോഗമുണ്ടെങ്കിൽ കരമുയർത്താൻ പറഞ്ഞപ്പോൾ ഊർജ്ജസ്വലരായ തുടിക്കുന്ന ചോരയുള്ള യുവതി യുവാക്കൾ കരമുയർത്തിക്കൊണ്ട് പ്രതികരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ല. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ദൈവസഭയുടെ ശക്തി സ്രോതസ് എന്ന് പറയുന്നത് എന്താണ്? അതെന്റെയും നിങ്ങളുടെയും ആത്മസമർപ്പണമാണ്. യേശുവിന് വേണ്ടി ധീരധീരം പോരാടുവാൻ ഉള്ള പുതിയ തീരുമാനത്തോടെ വേണം ഈ സ്ഥലം വിട്ട് ദൈവമക്കൾ മടങ്ങാൻ. ഇനി ഈ ആത്മചൈതന്യം നിലനിർത്തണം, ഈ സന്തോഷം നിലനിർത്തണം. ചിലരെ കണ്ടു കഴിഞ്ഞാൽ പറയാറുണ്ട്, പഴയ സന്തോഷമില്ല, ഇറങ്ങിത്തിരിച്ച നാളിലെ ആനന്ദമില്ല, ഒരു സുഖമില്ല, യാന്ത്രികമാണെല്ലാം. ചിലർ പറയും കോവിഡ് കഴിഞ്ഞതോടെ എൻ്റെ ആരാധന നഷ്ടപ്പെട്ടൊരു ഊർജ്ജസ്വലതയില്ല. ഞാൻ പറയും, എന്നെ സംബന്ധിച്ചോളം കോവിഡ് കാലം വലിയ ഉണർവിൻ്റെ കാലമായിരുന്നു. ഞങ്ങളുടെ IBT മീഡിയയുടെ കരുത്തന്മാരായ നിരവധി സാരഥികൾ ഇവിടെ ഇരിപ്പുണ്ട്. ഷാജി ബ്രദറും ജയൻ ബ്രദറുമൊക്കെ ഇരിപ്പുണ്ട്. ഈ യൂട്യൂബിലൂടെയും ഈ ഫേസ്ബുക്കിലൂടെയും ആയിരക്കണക്കിന് ആളുകൾ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം അറിയണ്ടേ? ഈ സുവിശേഷത്തിന്റെ വാതിലുകൾ കൊട്ടിയടച്ച മണ്ഡലങ്ങളിലേക്ക് ഈ വചനം എത്തിക്കാൻ ആ ഒരു കാലഘട്ടം ഫലപ്രദമായി എത്രയെത്ര സ്നാനങ്ങൾ, എത്രയെത്ര പ്രിയപ്പെട്ടവരെ പേർ വെളിപ്പെടുത്താനാവാത്ത നിരവധി ആളുകൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുവാൻ അത് കാരണമായി തീർന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളണം, നമ്മെ തളയ്ക്കാൻ ലോകത്തിലൊരു ശക്തിക്കുമാകയില്ല. സ്നേഹത്തിന്റെ പാശം കൊണ്ട് വരിഞ്ഞു മുറുക്കി കെട്ടിയ ആ ദൃഢചിത്തതയുടെ ബന്ധത്തോടെ നമുക്ക് വിളിച്ചു പറയാം, ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത് ആര്? ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരാപത്തിനും ഒരു വാളിനും എന്നെ വേർതിരിക്കാൻ സാധിക്കില്ല. ഉണർവോടെ ഊർജ്ജസ്വലരായി നമുക്ക് യേശുവിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയരേ, യഹോവയുടെ തേജസ് ദൈവാലയത്തിൽ വ്യാപരിച്ചു. ഈ തേജസ്സൊക്കെ വ്യാപരിച്ചത് ശരിയാണെങ്കിലും കുറേ കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറി.
ഇവരൊക്കെ വഴി വിട്ടു പോകാൻ തുടങ്ങി. ദൈവിക പദ്ധതി വിട്ട് പോകാൻ തുടങ്ങി. ദൈവം വെറുക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. ബൈബിളിലെ ദൈവം ഏറെ വെറുക്കുന്ന തിന്മ ഐഡൽ വർഷിപ്പാണ്, വിഗ്രഹാരാധന. പക്ഷെ ലോകത്തിലെ ഏതൊരു വിഗ്രഹാരാധനയും എടുത്താൽ അവനൊരു പൊതു സ്വഭാവമുണ്ട്, അവനത് വിഗ്രഹാരാധനയാണെന്ന് സമ്മതിക്കുകയില്ല. അതുവഴി ഞാൻ ദൈവത്തെ കാണുന്നു എന്നൊക്കെയാണ് അത് പറഞ്ഞിങ്ങനെ വ്യാഖ്യാനിച്ച് കളയും. വചനം പറയുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വിഗ്രഹങ്ങളോടകന്നിരിപ്പിൻ. വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നതിനെപ്പറ്റി വെളിപ്പാട് പുസ്തകവും വിമർശനം നടത്തുകയാണ്. കൃപയാൽ ഞാൻ എപ്പോഴും പറയും, ലോകത്തൊരു സ്ഥലത്തോടോ ഒരു നിറത്തോടോ ഒരു കൊടിക്കൂറയോടോ ഒരു സ്തംഭത്തോടോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഗ്രഹത്തോടോ വിധേയത്വമില്ലാത്ത ഒരൊറ്റ വിഭാഗമേ ഉലകത്തിലുള്ളൂ. അത് യേശുവിൻ്റെ അനുഗാമികളുടെ മാർഗമാണ്. അവർക്കൊരു കൊടിക്കൂറയില്ല, അവർക്ക് പറയുന്ന പ്രത്യേകിച്ചൊരു നിറമല്ല, അവർ അതിനെയല്ല പ്രകീർത്തിക്കുന്നത്. അവരൊരു ദിവസത്തെയല്ല ആരാധിക്കുന്നത്, അവരൊരു വിഗ്രഹത്തെയല്ല ആരാധിക്കുന്നത്. സകലത്തിൻ്റെയും കാരണഭൂതനായ ആത്യന്തികനായ പ്രപഞ്ച ജനയിതാവിനെ മാത്രം സ്തുതിക്കാൻ ബാധ്യസ്ഥരായ വിളിച്ചു വേർതിരിക്കപ്പെട്ട സ്വർഗീയ വിളിക്കോകരിക്കാരായവരുടെ പേരാണ് യേശുവിൻ്റെ അനുഗാമികൾ, ക്രൈസ്തവർ, ക്രിസ്ത്യാനികൾ. ഇവിടെ ഈ ഘട്ടത്തിൽ ഇവർ വഴിവിട്ടു പോകുന്ന ഒരു രംഗം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇസ്രായേൽ ജനതയ്ക്ക് എന്തു പറ്റി? എസെക്കിയേൽ പ്രവചനം 8-ാം അധ്യായം 1 മുതൽ ഉച്ചത്തിൽ വായിച്ചു കൊള്ളണം. 1 മുതൽ വായിച്ചോളൂ. 6-ാം ആണ്ട് വായിച്ചോ കുഞ്ഞെ. 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദ മൂപ്പന്മാർ എന്റെ മുൻപിലിരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിന്റെ കൈ എന്റെ മേൽ വന്നു. യഹോവയായ കർത്താവിന്റെ കൈ എന്റെ മേൽ വന്നു. അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും അര മുതൽ മേലോട്ട് ശുക്ലസ്വർണത്തിന്റെ പ്രഭ പോലെയും ആയിരുന്നു. അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ചു. ഈ പരിശുദ്ധൻ, ഈ തേജോമയൻ കൈനീട്ടി എന്നെ കൊന്നു തോട്ടു. എൻ്റെ സന്തോഷം, ഇയാളൊരു പുരോഹിതനായിരുന്നു എസെക്കിയേൽ. ധൂപം വീശി ദേവാലയത്തിലിരുന്നപ്പോൾ കിട്ടാത്ത ഒരു ചൈതന്യം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ, യഹൂദാ മൂപ്പന്മാർക്കൊപ്പം ഇരിക്കുമ്പോൾ യഹോവയുടെ കരം എന്നെ തൊട്ടു. വായിക്കാം. ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യേ ഉയർത്തി ദിവ്യദർശനങ്ങളിൽ യെരൂശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടുചെന്നു. അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാബിംബത്തിന്റെ ഇരിപ്പിടമുണ്ടായിരുന്നു. അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോഴേ വടക്ക് ഭാഗത്ത്, അപ്പൊ ആലയത്തിന്റെ ഉള്ളിലെ മഹത്വം ഇപ്പൊ എവിടെ എത്തി? വടക്ക് വശത്തോട്ട് ഇറങ്ങി. അകത്ത് നിൽക്കാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലായില്ല. സമാഗമന കൂടാരത്തിലെ തേജസ് അവരുടെ പ്രവൃത്തി കൊണ്ട് പെട്ടകം നഷ്ടപ്പെട്ടപ്പോൾ തലയൊടിഞ്ഞു മരിച്ച പുരോഹിതന്റെ കാലശേഷം നഷ്ടപ്പെട്ടു പോയ മഹത്വം പ്രാർത്ഥനാ നിർഭരമായി പുതിയ ദേവാലയത്തിൽ വന്നു. പക്ഷെ ഇപ്പോൾ എസെക്കിയേൽ പറയാ, ഞാനിപ്പോൾ ദൈവ തേജസ് കണ്ടത് വടക്കേ വാതിലിന് സമീപത്തായിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, തല പൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ തല പൊക്കി വടക്കോട്ട് നോക്കി. യാഗപീഠത്തിന്റെ വാതിലിന് വടക്കോട്ട് പ്രവേശനത്തിങ്കിൽ തന്നെ ആ തീഷ്ണതാ ബിംബത്തെ കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എന്റെ വിശുദ്ധ മന്ദിരം വിട്ടു പോകേണ്ടതിന് ഇസ്രായേൽ ഗൃഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ നീ കേൾക്കണം. മനുഷ്യപുത്ര, എന്റെ നാമത്തിൽ പണി കഴിപ്പിച്ച ആലയം വിട്ട് ഞാൻ പുറത്തിറങ്ങാൻ, എന്റെ തേജസ് പുറത്തേക്ക് പോകാൻ പര്യാപ്തമായ കാരണം ഞാൻ നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്താം.
എനിക്കെന്തുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കാൻ വയ്യ? ആലയത്തിൻ്റെ അകം വിട്ട് ഞാൻ പുറത്തിറങ്ങി നിൽക്കാൻ കാരണമെന്തെന്ന് നിന്നെ കൊന്ന് ബോധ്യപ്പെടുത്താം. അതാ തിരുവെഴുത്തിലെ ദൈവം, അവൻ കാരണമില്ലാതെ ഒന്നും ചെയ്യുകയില്ല. ആലയത്തിനകത്ത് വ്യാപരിച്ച തേജസ് വടക്ക് വശത്തേക്ക് മാറിയപ്പോൾ പ്രവാചകൻ പറയുക, ഞാൻ നിന്നെ ബോധ്യപ്പെടുത്താം എന്തുകൊണ്ട് ഞാൻ ഈ ആലയം വിട്ടിറങ്ങി. വായിക്കാം. ഇതിലും വലിയ മ്ലേച്ഛതകളെ നീ കാണും എന്ന് അരുളി ചെയ്തു. അവൻ എന്നെ പ്രാകാരത്തിന്റെ വാതിൽകൾ കൊണ്ടുപോയി. ഞാൻ നോക്കിയപ്പോൾ ചുവരിൽ ഒരു ദ്വാരം കണ്ടു. ഞാന് പ്രാകാരത്തിൻ്റെ അരികിൽ കൊണ്ട് നിർത്തിയപ്പോൾ ചുവരിലൊരു ദ്വാരം. അവൻ എന്നോട്, മനുഷ്യപുത്ര, ചുവർ കുത്തി തുറക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചുവർ കുത്തി തുറന്നാറേ ഒരു വാതിൽ കണ്ടു. അവൻ എന്നോട്, അകത്ത് ചെന്ന് അവർ ഇവിടെ ചെയ്യുന്ന വല്ലാത്ത മ്ലേച്ഛതകളെ നോക്കുക എന്ന് കൽപ്പിച്ചു. പ്രവാചകനോട് പറയുക, ഈ സുഷിരം നീ വലുതാക്കണം. ഇതിനകത്തേക്ക് കടക്കാതെ അടച്ചിട്ടിട്ട് ഇതിനകത്ത് നടക്കുന്നത് എന്തെന്ന് നീ ഇതിലൂടെ കടക്കണം. ഒരു വാതിൽ നിനക്ക് കാണാൻ സാധിക്കും. അതിലൂടെ കടക്കുമ്പോൾ കാണാനിരിക്കുന്ന ചില കാഴ്ചകളുണ്ട്, കണ്ടുകൊള്ളണം. വായിക്കാം. അങ്ങനെ ഞാൻ അകത്ത് ചെന്നു. വെറുപ്പായുള്ള ഓരോ തരം ഇഴജാതികളെയും മൃഗങ്ങളെയും ഇസ്രായേൽ ഗൃഹത്തിന്റെ സകല വിഗ്രഹങ്ങളെയും ചുറ്റും ചുവരിന്മേൽ വരച്ചിരിക്കുന്നത് കണ്ടു. ജനാവലിക്ക് കാണാനാവാതെ, ആരാധനയ്ക്ക് വരുന്നവന് കാണാനാവാതെ ആലയത്തിൻ്റെ അകത്ത് അവർ സ്ഥാപിച്ചു വച്ചിട്ടുള്ള രഹസ്യ ദുർമൂർത്തികളുടെ ചിത്രം, നാൽക്കാലികൾ, ഇഴജാതികൾ എന്നിങ്ങനെ ഫിലിസ്ത്യരും കനാന്യരുമൊക്കെ ആരാധിച്ചു വന്നിരുന്ന വിവിധ ദേവീദേവ സങ്കല്പങ്ങളുടെ ചിത്രം വരച്ചിട്ട് ആ ചിത്രത്തെ തിരശീലയിട്ട് മുടിയിട്ട് മറ്റാർക്കും കാണാനാവാതെ ഭിത്തി കെട്ടി മറച്ചിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് പളിച്ചു പറയും, യഹോവ തന്നെ ദൈവം. പക്ഷെ അകത്ത് കയറി ഈ ദുർമൂർത്തികളുടെ ചിത്രങ്ങളെ വണങ്ങിക്കൊണ്ട് തിന്മയുടെ വഴിത്താരയിലൂടെ സഞ്ചരിച്ചുകൊണ്ട്, മനുഷ്യപുത്ര, അവരെന്നെ ആക്ഷേപിക്കുന്നത് നീ കണ്ടില്ലേ? അതുകൊണ്ട് ഇരിക്കുന്ന ആലയത്തിനകത്ത് ഇവയ്ക്കൊപ്പം സഖ്യമില്ല. ഇന്ന് രാത്രി ഇത്തരം കോംപ്രമൈസ് ഇല്ലാത്ത ചിലരെയാണ് ദൈവത്തിന് ആവശ്യമുള്ളത്. ഇത്തരം കോംപ്രമൈസിന് പോകാതെ നിൽക്കുന്നതിന്റെ പേരിൽ നീ അവഗണിക്കപ്പെടാം, ഒറ്റപ്പെടാം. ജീവിതൽ പ്രതിസന്ധികളുടെ നടുവിൽ നിനക്ക് ചിലപ്പോഴൊക്കെ തിരിഞ്ഞു നടക്കേണ്ടി വരാം. അപ്പോഴൊക്കെ ഭക്തൻ പറയണം, ഇല്ല, ഞങ്ങൾ കോംപ്രമൈസിലില്ല. വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകാൻ സംഗതി വരുമായിരുന്നു. പിശാചായവൻ പലയാവർത്തി നിന്നെ തിരിച്ചു വിളിച്ച് പഴയ മണ്ഡലത്തിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ ഭക്തൻ വിളിച്ചു പറയണം, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി നിവരെ നിൽക്കാൻ ഇതാ ഞങ്ങൾ ബാധ്യസ്ഥരാകുന്നു. യേശുവിന് വേണ്ടി നിവരെ നിൽക്കാൻ അപ്പോൾ പ്രത്യക്ഷമായിട്ട് കാണാനൊക്കില്ല. രഹസ്യത്തിൽ ദുർമൂർത്തികളെ വർണ്ണിക്കുന്ന മ്ലേച്ഛ ചിത്രങ്ങൾ വരച്ചു വച്ചിരിക്കുന്നു. നാൽക്കാലികളെ വരച്ചു വച്ചിരിക്കുന്നു. ഇഴജാതികളെ വരച്ചു വച്ചിരിക്കുന്നു. ഈജിപ്ഷ്യൻ ദേവസങ്കല്പങ്ങളെ വരച്ചു വച്ചിരിക്കുന്നു. ആ ദേവീദേവ സങ്കല്പങ്ങളെ വരയ്ക്കുക മാത്രമല്ല, ഇനിയുമുണ്ട് വേറെ. വായിക്കാം. അവയുടെ മുമ്പിൽ ഇസ്രായേൽ ഗൃഹത്തിന്റെ മൂപ്പന്മാരിൽ 70 പേരും ഷാഫാന്റെ മകനായ യയസന്യാവ് അവരുടെ നടുവിലും ഓരോരുത്തൻ കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് നിന്നു. ധൂപമേഘത്തിന്റെ വാസന പൊങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹത്തിന്റെ മൂപ്പന്മാർ ഇരുട്ടത്ത് ഓരോരുത്തൻ താന്താന്റെ ബിംബങ്ങളുടെ അറകളിൽ ചെയ്യുന്നത് നീ കാണുന്നുവോ? 70 പേര് ആരാധനയുടെ കക്ഷികള്. മനുഷ്യരുടെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കളുടെ യാത്രാസംഘത്തിലെ ഓരോരുത്തരും വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം മോശയോട് പറയാൻ തുടങ്ങി. അപ്പോൾ ഇത് വിവരമുള്ളൊരുത്തനാണ് അത് കേൾക്കുന്നത് വലിയ പാടാണ്. അപ്പം ഞാനിവിടെ നിൽക്കുക, ഒരാൾ വന്നിട്ട് ചോദിക്കും, നമുക്ക് ചോറാണോ കാപ്പിയാണോ? ഞാൻ അതിന് മറുപടി പറയുന്നുണ്ട്. ഇങ്ങോട്ട് മാറുമ്പോൾ ചോദിക്കും, അടുത്ത പാട്ട് ഏതാ? ഇങ്ങോട്ട് മാറുമ്പോൾ ചോദിക്കും, അടുത്ത ആശീർവാദം ആരാ? ഇതെല്ലാം ഞാൻ ഈ തലയിൽ കൊണ്ടു നടന്നാൽ അത് മഹാബോറം പരിപാടിയാണ്. മനസ്സിലായില്ലേ? ചിലക്ക് ഈ മൈക്ക് ഫോബിയ ഉണ്ട്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ ചെന്നൊരു പ്രതീതിയാണ്, കൊടുക്കൂല. ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുക. നോക്കണേ, ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല. ചില തിരുത്തലുകൾ നമ്മുടെ സമൂഹത്തിൽ വേണം, അതുകൊണ്ട് പറഞ്ഞാൽ. ഈ ഷാഫാൻ്റെ മകനാണ് കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. 70 പേരുണ്ട്.
അപ്പം മോശ തന്നെ ഇത് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മോശയുടെ അമ്മാവിയപ്പൻ നല്ല വിവരമുള്ള മനുഷ്യനാണ്. ഇത്തരം വിവരമുള്ള ഒരു അമ്മായിയപ്പനെ കിട്ടാൻ ഭയങ്കര പാടാ. എണസുവാസേ ഇവിടെ ഇല്ലേ കേട്ടോ? ഷാജി പാഷേ, ഷാജി വലിപ്പ് പാസ്റ്ററോട് പറയായിരുന്നു, വിവരമുള്ളൊരു അമ്മായിയപ്പനെ കിട്ടുക എന്ന് പറഞ്ഞാൽ വിവരമുള്ളൊരു പെണ്ണിനെ കിട്ടുന്നതിലും പാടാ വിവരമുള്ളൊരു അമ്മായിയപ്പനെ കിട്ടാൻ. എല്ലാവരും തല കുനിക്കുക. പോട്ടെ, ഇയാൾ നല്ല വിവരമുള്ള മനുഷ്യനാണ്. ഇയാൾ പറഞ്ഞു, ഈ കണ്ട സകല കേസും നിൻ്റെ അരികിലേക്ക് വരുമ്പോൾ നീ അതെല്ലാം കൂടെ അറ്റൻഡ് ചെയ്യണ്ട. നീ കഴിവും പ്രാപ്തി ആത്മനിറവും ഒക്കെ ഉള്ള ഒരു 70 മൂപ്പന്മാരുടെ സംഘത്തെ തിരഞ്ഞെടുക്കണം. അവർ ആദ്യം അവരുടെ പ്രശ്നം അവിടെ കൊണ്ടുവരട്ടെ. അവിടെയും തീരുന്നില്ല എങ്കിൽ അതിങ്ങോട്ട് പോരട്ടെ. നമ്മുടെ അമ്മായിപ്പനാണെങ്കിൽ പറഞ്ഞോണം, ഒറ്റ ഒരുത്തനെ വിശ്വസിക്കരുത്. ഈ കൺട്രോൾ മുഴുവൻ നിൻ്റെയും മോൻ്റെയും കയ്യിലിരുന്നോണം. പിന്നെ ബാക്കിയൊക്കെ മോൾ അവിടെ ഉണ്ടല്ലോ കൈകാര്യം ചെയ്യാൻ. ഇങ്ങനെയാ. കൂടെയുള്ള ശുശ്രൂഷന്മാരെ വിശ്വസിക്കണം, സഹപ്രവർത്തകരെ വിശ്വസിക്കണം, വിശ്വാസികളെ വിശ്വസിക്കണം. ഇല്ല ഞാൻ മാത്രം ഞാനാണ് ഇതെല്ലാം കൃത്യം കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള തോന്നൽ വന്നാൽ പിന്നെ വിജയിക്കില്ല. വേണ്ടേ? നമുക്ക് CM സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. വളരെ ചിന്തകനായൊരു മനുഷ്യൻ, നല്ല അറിവുള്ള മനുഷ്യൻ. ഈ സ്തുതിപാഠകരുടെ സംഘമാണല്ലോ പലപ്പോഴും ഈ നേതാക്കന്മാരെ തെറ്റിച്ചുകളയുന്നത്. ഒരു നേതാവും കുറ്റവാളിയായിട്ട് ജനിക്കല്ല. ഇവരെയൊക്കെ നശിപ്പിക്കുന്ന ഈ തൊട്ടടുത്ത് ഇവരെ കാത് കടിച്ചു പറിച്ച് തിന്നുന്ന കുറേ ഗതികെട്ടവന്മാരുണ്ട്. ഇവന്മാർ കാരണം എത്ര പേര് കണ്ണീരൊഴുക്കി പോകേണ്ടി വരുന്നു. ഇവന്മാരുടെ ഈ ശാപമൊക്കെ ഇവന്മാർ എവിടെ തീർക്കും? ആ മനുഷ്യനോട് പറയും, അച്ചാതുണ്ട് അയാളെ സൂക്ഷിക്കണം, ഇയാളെ സൂക്ഷിക്കണം, അപ്പുറത്ത് സൂക്ഷിക്കണം, ഇപ്പുറത്ത് സൂക്ഷിക്കണം. സകലത് ശത്രുക്കളാണ്. ശത്രു കൂടിയ കർത്താവുള്ളവന് വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ലെന്ന്. ഈ 70 മൂപ്പന്മാരെ ആക്കി വെക്കാൻ പറഞ്ഞു. ഈ 70 CM ശിവൻ്റെ കാര്യം തീർന്നില്ലല്ലോ. ഓർത്തപ്പോൾ പറയാം. ഇന്ദിരാഗാന്ധി രാജിവെക്കേണ്ട ഘട്ടം വന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത വിശ്വസ്തരെല്ലാം നിൽക്കുക. എല്ലാവരോടും കൂടെ ഈ CM ശിവൻ കൃത്യമായിട്ട് മറുപടി പറയുന്ന ആളാണ്. അദ്ദേഹത്തോട് ഇന്ദിരാഗാന്ധി അദ്ദേഹത്തോട് ചോദിച്ചു, മിസ്റ്റർ സ്റ്റീഫൻ, ഞാൻ ഇന്ന് രാത്രി രാജിവെച്ചാൽ ഈ ഇന്ത്യ മഹാരാജൻ കത്തുകയില്ലേ? എൻ്റെ അണികൾ നോക്കി നിൽക്കുമോ? ഞാൻ കുറേ കൂടി ഇവിടെ തുടരട്ടെ എന്ന അർത്ഥത്തിൽ സാധാരണ രീതി പറയേണ്ടത് മാഡം അവിടെ തന്നെ തുടരണം, ക്രൂരവും പൈശാശിയൊക്കെ ആയിട്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അവസാനം വരെ നശിച്ചാലും ക്രൂരവും പൈശാശിയായിട്ട് അവിടെ തന്നെ പിടിച്ചെടുത്തു. CM ശിവൻ പറഞ്ഞു, ശ്രീമതി ഇന്ദിരാജി, അങ്ങ് ഇന്ന് രാജിവെച്ചാൽ ഇന്ത്യ മഹാരാജ്യത്തിനൊരു ചുക്കും പറ്റാൻ പോകുന്നില്ല. മറ്റൊരാളുണ്ടാവും. മനസ്സിലായില്ലേ? ഇങ്ങനെ പറയുന്നവരുണ്ടാകണം. സന്തോഷമില്ലേ? നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രളയമല്ലെന്നേ. നമ്മൾ പോയി കഴിയുമ്പോൾ ഇത് ഏതാണ്ടൊക്കെ ആകുമെന്ന് ധരിക്കില്ലെന്നേ. അപ്പോൾ ദൈവമക്കളെ, ഞാൻ ഇത്രയും പറഞ്ഞെന്തിനാ? ദൈവത്തിൻ്റെ പ്രവൃത്തി വീതം വെച്ച് കൊടുത്ത 70 പേര് അമ്മാരിപ്പോൾ വന്നിട്ട് പിശാചുക്കളുടെ മുമ്പിൽ ധൂപം കാട്ടുക. കൈകൊട്ടി ഇതൊക്കെ മാറ്റിക്കിട്ട് പുറത്തേക്കിറങ്ങി വന്നിട്ട് പറയും, ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ, ഞാനല്ലാതെ എൻ്റെ ദൈവം നിനക്കുണ്ടാകരുത്. ഇത് പറയുന്നവൻ തിരശീലക്കകത്ത് കിടന്നിട്ട് സാത്താന്യ ശക്തികളെ നമിച്ചു. ലോകത്ത് സത്യദൈവത്തെ അറിഞ്ഞിട്ട് സാത്താന്യമൂർത്തികളെ സേവിച്ചവരൊക്കെ തകർന്നു പോയിട്ടുണ്ട്, ഉന്മൂലനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പണ്ടൊരു പെൺകുട്ടി വിശ്വാസത്തിൽ വന്നു. ഒടുക്കം കല്യാണം വന്നപ്പോൾ വിശ്വാസം വിട്ടൊരു മാർഗത്തിലേക്ക് പോവാം. ഞാനവരെ വിലക്കല്ല, നമുക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. എല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ അമ്മ വന്ന് എന്നോട് പറയുക, സാറേ പറ്റുവാണേ അവനെ കൂടെ വിശ്വാസത്തിൽ കൊണ്ടുവരും. നമ്മൾ പറ്റിയില്ലെങ്കിലോ അവളെയും കൊണ്ട് പൊയ്യ വഴി പോകുന്നു. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ഓർത്തോളം, ഈ ചെറിയ ചെറിയ പൊയ്യെല്ലാം കൂടെ ഒഴുകി തീപ്പൊയ്ക ചേരും. അല്ല, മനസ്സിലായോ? എല്ലാവർക്കും ഒന്നും പിടികെട്ടില്ല. ഇത് കോഡ് ഭാഷയല്ലേ? ചെറിയ ചെറിയ പൊയ്യെല്ലാം കൂടെ ഒഴുകി അവസാനം ഗന്ധകത്തീപ്പൊയ്ക. തർക്കമൊന്നും വേണ്ട.
പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം നാശങ്ങൾ. ദൈവമക്കൾ പ്രാർത്ഥിച്ചാട്ട് അഭിഷിക്ത കുടുംബങ്ങളിലേക്ക്, യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇടങ്ങളിലേക്ക്, ദൈവമക്കളുടെ കുടുംബങ്ങളിലേക്ക് തലമുറകൾക്ക് നല്ല ബന്ധങ്ങൾ ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. സന്ദർഭശാൽ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇവന്മാർ ധൂപം കാണിക്കുക. ഇനിയുണ്ട്, അങ്ങോട്ട് വായിച്ചു വന്നാൽ ഒത്തിരി കാര്യമുണ്ട്. കുറേ സ്ത്രീകളുടെ കലാപരിപാടി തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അവർ തമ്മൂസിനെക്കുറിച്ച് വിലപിച്ചു എന്ന് കാണും. തമ്മൂസ് അത് ബാബിലോണ്യ ദേവൻ്റെ മറ്റൊരു പേരാണ് തമ്മൂസ്. അത് രസകരമായൊരു കാര്യമാണ്. സ്വയം ആൾദൈവമായി അലങ്കരിക്കപ്പെട്ട അറിയപ്പെട്ട ബാബിലോണ്യ ദേവനായ തമ്മൂസിനെ ശേം എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, നമ്മുടെ സേം എന്ന് പറയുന്ന ശീലേ, അദ്ദേഹം വെട്ടി 70 തുണ്ടമാക്കി ഈ ശവശരീരം പലയിടങ്ങളിലേക്ക് കൊടുത്തു വിട്ടെന്നൊരു കഥ. തങ്ങളുടെ ദേവനെ വെട്ടി തുണ്ടമാക്കി കൊണ്ടുപോകുന്ന സ്ഥിതി കണ്ടിട്ട് ആ ദേവൻ്റെ പത്നിമാർ കരഞ്ഞു. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി കരയുന്ന ഒരു ചടങ്ങ് അവിടെ നിലനിന്നിരുന്നു. അത് തമ്മൂസിനെ കുറിച്ചുള്ള വിലാപം. അപ്പോൾ സത്യദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം തമ്മൂസിനോട് പ്രാർത്ഥിക്കുന്ന, വിലപിക്കുന്ന ഒരു ജനതയെ കണ്ടു. ഞാൻ ഒത്തിരി പറയുന്നില്ല. യഹോവയുടെ തേജസ് വടക്കോ വാതിലിൻ്റെ അരികിലേക്ക് പുറത്തിറങ്ങി. ഇനി ഒരു വാക്യം കൂടി ദയവായി വായിച്ചു കേൾപ്പിക്കണം. യെസെക്കേൽ പ്രവചനം തന്നെ 10-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിച്ചോളുക. എന്നാൽ യഹോവയുടെ മഹത്വം കെരൂബിന്മേൽ നിന്ന് പൊങ്ങി ആലയത്തിന്റെ ഉമ്മരപ്പടിക്ക് മീതെ നിന്നു. അടുത്ത ഘട്ടം. ഇതുവരെ വടക്കുവശത്തായിരുന്നെങ്കിൽ ഇപ്പോൾ കെരൂബുകളുടെ നടുവിൽ നിന്ന് ആ തേജസ് പൊങ്ങി ഉമ്മറപ്പടിയുടെ അരികിലെത്തി. വിശ്വാസത്തിൻ്റെ പതനങ്ങളുടെ ആ വഴി നിങ്ങൾ ശ്രദ്ധിക്കണം. യഹോവയുടെ തേജസ്, ദൈവാലയത്തിൽ വെളിപ്പെട്ട മഹത്വം ഘട്ടം ഘട്ടമായി ഇതാ ഇറങ്ങിപ്പോകുന്നൊരു വേദനാജനകമായ കാഴ്ച. ഈ കാഴ്ച അങ്ങകലെ സംഭവിച്ചതല്ല. പലയിടങ്ങളിൽ നിന്നും മഹത്വം പോയിക്കൊണ്ടിരിക്കുന്നു. ആലയത്തിൻ്റെ മഹത്വം സാഹോദര്യത്തിൻ്റെ മഹത്വമാണ്. അത് പങ്കിടലിൻ്റെ മഹത്വമാണ്. അത് സമത്വത്തിൻ്റെ മഹത്വമാണ്. അത് സ്നേഹത്തിൻ്റെ മഹത്വമാണ്. ആത്മചൈതന്യത്തിൻ്റെ മഹത്വമാണ്. അത് നഷ്ടപ്പെട്ടു പോകുന്ന പ്രസ്ഥാനവൽക്കരണമല്ല തമ്പുരാന്റെ ലക്ഷ്യം. നിങ്ങളുടെയും എൻ്റെയും ഉള്ളിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ വെളിപ്പെടണം. സാഹോദര്യ സ്നേഹം വെളിപ്പെടണം. യേശുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി നിവരെ നിൽക്കുവാനുള്ള അത്തരമൊരു സന്നദ്ധത അത് ശക്തിപ്പെടുന്ന ഇടത്ത് മാത്രമേ സുവിശേഷത്തിൻ്റെ തേജസ് ജ്വലിക്കൂ. അത് സംഭവിക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ തേജസ് ഇതാ ആലയം വിട്ട് വടക്കേ ഗോപുരനടയിൽ അവിടെ നിന്നിറങ്ങി ആലയത്തിൻ്റെ ഉമ്മറപ്പടിയിൽ. ഈ രാത്രി തിരുവെഴുത്ത് കേൾക്കുന്നവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ, ആത്മീക ജീവിതത്തിൻ്റെ ഉമ്മറപ്പടിയിലെങ്കിലും യേശു നിൽക്കുന്നു എങ്കിൽ നമുക്കിന്ന് രാത്രി പറയാം, അരുമനാഥ പോകരുതേ, ഞങ്ങളെ വിട്ടു പോകരുതേ, തിരു സാന്നിധ്യം ഞങ്ങളെ വിട്ടു പോകരുതേ. ഇതാ ഞങ്ങളെ പുതുമനുഷ്യരാക്കാൻ നിന്റെ രക്തത്തിൻ്റെ ചൈതന്യത്താൽ, നിന്റെ രക്തത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ഒരിക്കൽ കൂടി നിന്റെ മാറോട് ചേർക്കണമേ. പ്രിയരെ, തീർന്നില്ല. ഇനിയുമുണ്ട് വേദനാജനകമായ സംഭവം. വീണ്ടും നമുക്ക് വായിക്കാം. 10:18 ഒന്ന് വായിച്ചാട്ടെ. പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിന്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട്. അവിടെ നിന്നില്ല. ശ്രദ്ധിച്ച്. പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിന്റെ ഉമ്മറപ്പടിയും വിട്ടു. ഇതെന്താ ഈ ഘട്ടം ഘട്ടമായിട്ട് പോകുന്നേ? അതിനൊരു കാരണമുണ്ട്. നമ്മോടുള്ള സ്നേഹം തിരിഞ്ഞു നിൽക്കുക. അവൻ ആരവനെ ഹൃദയത്തിൽ കൈക്കൊള്ളും, ആരവനെ സ്വീകരിക്കും. ആരവാരങ്ങൾക്കിടയിലും അവൻ്റെ ശബ്ദം കേൾക്കാൻ ആരുണ്ടെന്നുള്ള ആഹ്വാനത്തോടെ അവൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇതാ ഉമ്മറപ്പടിയും വിട്ടു. ആരുമില്ല. യഹൂദ മതം ഇവിടെയുണ്ട്, പെട്ടകമുണ്ട്, ദേവാലയമുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ തേജസ് വ്യാപരിക്കാൻ പാകത്തിന് ഒരു ഹൃദയവും തുറക്കപ്പെടുന്നില്ല. എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്താം. ഉമ്മറപ്പടിയും വിട്ടു. വായിച്ചാട്ടെ 18. ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ട് കെരൂബുകളിൻ മീതെ വന്നു നിന്നു.
യഹോവയുടെ ആ സാന്നിധ്യം ഉമ്മറപ്പടിയും വിട്ട് കെരൂബുകളുടെ മീതെ ഒരിക്കൽ കൂടി വന്നു നിന്നു. പിന്നെ വായിക്കാം. അപ്പോൾ കെരൂബുകൾ ചിറകു വിടർത്തി ഞാൻ കാണുക ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി. ഈ തേജസ് കെരൂബുകൾ ചിറക് വിടർത്തി ഞാൻ കാണുക അത് ഉയരത്തിലേക്ക് പോയി. ഉയരത്തിലേക്ക് കരേറിപ്പോയ ഈ തേജസ് അകത്ത് കടന്നതും പുറപ്പെട്ടു പോകുന്നതും അടയപ്പെട്ടതുമായ ഒരു വാതിലുണ്ട്. എസെക്കേൽ പ്രവചനം 43-ാം അധ്യായം നമുക്കൊന്ന് വായിക്കാം. എസെക്കേൽ 43:1 മുതൽ. സ്പീഡിൽ വായിക്കണേ. അനന്തരം അവൻ എന്നെ ഗോപുരത്തിലേക്ക്, കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടുചെന്നു. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. അപ്പോൾ കെരൂബുകളുടെ മീതെ ഉയർന്ന ദൈവത്തിന്റെ തേജസ് യെരൂശലേമിന്റെ കിഴക്കേ വാതിൽ വഴിയായി അകത്തേക്ക് വന്നു. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം. ഇതേ ആലയം വിട്ട് ഉമ്മറപ്പടി വിട്ട് കെരൂബുകളുടെ മീതെ വസിച്ചിട്ട് ഇനി ഈ കോമ്പൗണ്ട് വാളും വിട്ടു പോകാൻ തുടങ്ങിയ, ഈ ഭിത്തി തുരന്ന് കടന്നു പോകാൻ തുടങ്ങിയ, ഇതിനപ്പുറത്തേക്ക് പോകാൻ തുടങ്ങിയ, കൈപ്പിടി വിട്ടു പോകാൻ തുടങ്ങുക. ഞാനും നിങ്ങളും പ്രാപിച്ചതൊന്നും കൈപ്പിടി വിട്ടു പോകാൻ ഇടവരാത്ത വിധത്തിൽ നമ്മുടെ ദർശനങ്ങളെ തിരിച്ചു പിടിക്കാം, വാഗ്ദത്തങ്ങളെ തിരിച്ചു പിടിക്കാം, തമ്പുരാന്റെ ആലോചനകളെ തിരിച്ചു പിടിക്കാം, അവിടുത്തെ നിയോഗങ്ങളെ തിരിച്ചു പിടിക്കാം. അങ്ങനെ കടന്നു പോകരുതേ, അങ്ങയുടെ സാന്നിധ്യം എന്നെ കടന്നു പോകരുതേ. തിരുസാന്നിധ്യത്തിന്റെ മറവിൽ എന്നെ ഒളിപ്പിക്കണമേ. അനർത്ഥ ദിവസത്തിൽ ആ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കണമേ. അടിയനെ വിട്ടു പോകരുതേ, പോകരുതേ. ആർക്കൊണ്ടിന്ന് രാത്രി ഈ ആത്മസമർപ്പണം അവരിലൂടെയാണ് അവൻ വലിയവ ചെയ്യുന്നത്. ഹല്ലേലൂയ. തുടരാം. ഭൂമി അവന്റെ തേജസ് കൊണ്ടും പ്രകാശിച്ചു. ഇത് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു. നഗരത്തെ നശിപ്പിക്കുവാൻ ഞാൻ വന്നപ്പോൾ കണ്ട ദർശനം പോലെ തന്നെ. ഭൂമി അവന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. ഇവിടെ നിങ്ങൾക്കൊരു വെളിച്ചം കാണാം. ഈ മനോഹര വെളിച്ചം നമ്മുടെ സൗണ്ട് സിസ്റ്റം കൊണ്ടുവന്ന സഹോദരന്മാർ പ്രത്യേകം പറഞ്ഞ് ഈ ഓഡിറ്റോറിയം നിറയെ വെളിച്ചം വേണം എന്നൊക്കെ പറഞ്ഞ് ക്രമപ്പെടുത്തിയതാ. ഈ വെളിച്ചവും അപര്യാപ്തമാണ്. കാരണം ഒരു പരിധി വിട്ട് ഈ വെളിച്ചത്തിന് ചെല്ലാൻ വയ്യ. കെട്ടിയടയ്ക്കപ്പെട്ട ഒരാലയത്തിൻ്റെ പുറത്തേക്ക് ഈ വെളിച്ചം ഒഴുകില്ല. പക്ഷെ ദൈവതേജസ്സിൻ്റെ പ്രത്യേകത ഏത് കനത്ത ഭിത്തിയെയും തുളച്ച് അതിൻ്റെ രശ്മികൾ പുറത്തു കിടക്കും. ട്രാൻസ്പെയറൻ്റ് ആണ്, ആർക്കും തടയാൻ കഴിയാത്ത ഈ വെളിച്ചത്തിൻ്റെ വ്യാപാരത്തിൽ ഭൂമി ജ്വലിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. ഈ കാഴ്ചയാണ് ഭക്തന്റെ ആവേശം. ആ ദർശനമാണ് ഭക്തനെ എന്നും കരിപ്പിടിപ്പിക്കുന്ന ജീവിതത്തിന്റെ ചിന്ത. അതുകൊണ്ട് ഈ വെളിച്ചത്തിന്റെ നിയോഗത്തിൽ ഭക്തൻ ആനന്ദ നിർഭരമായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുക. ഒടുക്കം 44:1 വന്ന് നമുക്കത് വിശദീകരിക്കാം. 44:1. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. എന്നാൽ അത് അടച്ചിരുന്നു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം, ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. മതി മതി. പ്രിയപ്പെട്ടവരെ, ചരിത്രപ്രസിദ്ധമായൊരു സ്ഥലമാണ് യെരൂശലേമിൻ്റെ കിഴക്കേ വാതിൽ. എൻ്റെ പല പ്രസംഗങ്ങളിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അത് ചിലതൊക്കെ വിവാദമായിട്ടുണ്ട്. വിവാദമാകാൻ കാരണം എൻ്റെ വെളിപ്പാട് പഠനം പരമ്പരാഗത രീതിയിൽ നിന്ന് അല്പം മാറിയാണ്. അത് തുറന്നു പറയാൻ എനിക്ക് മടിയില്ല. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ സഭ എടുക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. സഭയുടെ എടുക്കപ്പെടൽ 7-ാം കാഹളത്തോടു കൂടിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അത് ബഥേൽ സഭയുടെ ഉപദേശമല്ല. അതിനതിൻ്റെ ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ട്, വിശ്വാസ സത്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന് വ്യാഖ്യാനപരമായ വ്യത്യാസമാണ്. എടുക്കപ്പെടുന്ന ആ സഭയോട് ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട ചില പാഠങ്ങൾ ഇതിനകത്തുണ്ട്. അതിൽ സുപ്രധാനമാണ് ഈ കിഴക്കവാതിൽ. എൻ്റെ പഠനപ്രകാരം
യെരുശലേമിലെ പ്രധാനപ്പെട്ട 8 വാതിലുകളുണ്ട്, 8 ഗോപുരങ്ങൾ. ആ 8 ഗോപുരങ്ങളിൽ 7 തകർക്കപ്പെട്ടിട്ടുണ്ട് ഓരോ കാലത്ത്. പഴയ നിയമകാലത്തെ പണി കഴിപ്പിച്ച ആ കോമ്പൗണ്ട് വാളിൻ്റെ 8 ഗോപുരങ്ങളിൽ 7 തകർക്കപ്പെട്ടു. പക്ഷെ കിഴക്ക വാതിൽ ഞാൻ പ്രസംഗിക്കുന്ന ഈ രാത്രിയിലും ആരും തുറന്നിട്ടില്ല. 1919 ഇവിടം തകർക്കാനൊരു ശ്രമം നടന്നു. 1967 ചരിത്രപ്രസിദ്ധമായ 6 ദിവസത്തെ യുദ്ധത്തിലും കിഴക്കേ വാതിൽ നശീകരിക്കപ്പെടുമെന്ന വാർത്ത പരന്നു. പക്ഷേ ഈ 2 യുദ്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കിഴക്കേ വാതിലിങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ അകത്ത് നിന്ന് സ്തെഫാനോസ് പ്രസംഗിച്ച് ഒരു പ്രത്യേകത പഠിക്കണം. സ്തെഫാനോസ് പ്രസംഗിച്ച ആ സ്ഥലത്ത് ഇന്നും യാത്ര ചെയ്യുന്ന ആളുകൾ ചെന്നിട്ട് 10 മിനിറ്റ് പ്രസംഗിക്കാറുണ്ട് ആ സ്ഥലത്ത് നിന്നുകൊണ്ട്. ഹല്ലേലൂയ. ആ സ്ഥലത്ത് നിന്ന് സ്തെഫാനോസ് പ്രസംഗിക്കുമ്പോൾ ഈ രാത്രി വായിച്ച വചനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. യഹോവയുടെ തേജസ് കിഴക്കേ വാതിൽ വഴി അകത്ത് കടന്നതുകൊണ്ട് ആരും അതിൽ കൂടി കടക്കരുത്, ആരും അതിൽ കൂടി കടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചുറപ്പിച്ച ആ വാതിലിൻ്റെ അരികില സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് വീഴ്ചത്. കല്ലെറിഞ്ഞ് വീണ് വിഷണ്ണനായി മുട്ടുപൊട്ടി താഴെ വീഴുമ്പോൾ 100 കണക്കിന് കല്ലുകൾ വന്ന് പതിക്കുമ്പോൾ ഭക്തൻ ഹൃദയവും മനസ്സും കണ്ണും ഒരുപോലെ തുറന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ഇതാ തുറക്കപ്പെട്ട സ്വർഗം ഞാൻ ഇവിടെ ഇരുന്ന് കാണുന്നു. സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവപുത്രൻ മനുഷ്യപുത്രൻ പിതാവിന്റെ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നത് ഞാൻ കാണുന്നു. ആ കാഴ്ച മറക്കാത്ത ഇടമാണ് അവിടം എന്നിന്ന് രാത്രി ഓർത്തുകൊള്ളണം. അവിടെ വേറെ ഗേറ്റ് ഇവിടെ സെന്റ് സ്റ്റീവൻസ് ഗേറ്റ് എന്ന് പറഞ്ഞ ഒരു കവാടമൊക്കെ ഉണ്ട്. പക്ഷേ ഈ കിഴക്കേ വാതിൽ വളരെ പ്രധാനമാണ്. അറബികളും ജൂതന്മാരും തമ്മിൽ സ്നേഹിച്ചിരിക്കെ നമ്മളീ പറയുന്ന വലിയ അടിയൊന്നും എപ്പോഴും ഇല്ല. അടിയില്ലാത്ത സന്ദർഭത്തിലെല്ലാം അവർ ഭയങ്കര സ്നേഹ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ യഹൂദന്മാരോട് അറബി പണ്ഡിതന്മാർ ചോദിച്ചു, ഞങ്ങൾ പലപ്പോഴായിട്ട് ഈ 7 വാതിലും പൊളിച്ചകത്ത് കയറിയും പുറത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഇതിലേക്ക് തൊടാൻ പറ്റണില്ല. ഇതിനകത്തൊരു സംഭവട്ടെ, തൊട്ടകത്തൊരു മുസ്ലിം പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് അൽ അക്സ ടെമ്പിൾ എന്നാണ്. അതിനപ്പുറത്തൊരു പള്ളിയുണ്ട്, അതും ഒരു ഇസ്ലാമിക ദേവാലയമാണ്, ഡോം ഓഫ് ദി റോക്ക് എന്നാണ്, അല്ലെങ്കിൽ ഒമറിൻ്റെ പള്ളി. ഇത് അടുത്തെടുത്താണ്, തൊട്ടടുത്തെടുത്താണ്. ഇടയ്ക്കൊരു ഗ്രൗണ്ട് പോലെയൊക്കെ ഉണ്ട്. ഈ ഭാഗം അറബികളുടെ കയ്യിലാണ്. അറബികളുടെ കയ്യിലെന്ന് പറഞ്ഞാലും കൺട്രോൾ ഇസ്രയേലിൻ്റെ പട്ടാളം ഉണ്ട് അവിടെ ചുറ്റും നിൽക്കുക. നമ്മൾ ഈ പാലസ്തീൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ഓർത്തുകൊള്ളണം, പാലസ്തീൻ എന്ത് ചെയ്താലും ഇസ്രയേലിനൊട്ടൊന്നും കേൾക്കുകയില്ല. അങ്ങനെ ഒത്തിരി കണക്കുകളുണ്ടതിന്. സ്തോത്രം. ക്ഷമിക്കണം, ഞാൻ 2-3 കൊല്ലം മുമ്പ് 4-5 കൊല്ലം മുമ്പാണ് ഈ കോവളം വഴി തിരുവനന്തപുരം പോവാം. കോവളം വഴി പോകുമ്പോഴുണ്ട് നമ്മുടെ ബിജുമോൻ സാറിൻ്റെയൊക്കെ പാർട്ടി മുദ്രാവാക്യം മുഴക്കി ഒരു പ്ലാക്കാർഡും ഒക്കെ പിടിച്ചല്ലേ വരുന്നു. അപ്പോൾ ഞാൻ വണ്ടി അവിടെ ഒതുക്കി, ഇവരങ്ങ് പോട്ടെ, ഒരു ചായയും കുടിക്കാം. അപ്പോൾ ഞാനിവർ വണ്ടി ഒതുക്കിയ സ്ഥലത്ത് തന്നെ ഇവരും നിർത്തിയിട്ട് പ്രസംഗിക്കാൻ തുടങ്ങാം. അപ്പോൾ അവർ കുറേ പേര് കടയിൽ ചായ കുടിക്കാൻ കയറി. ഞാൻ അവരെ ആ പുസ്തകങ്ങളൊക്കെ വില കൊടുത്ത് വാങ്ങി. കുറേ പുസ്തകങ്ങളുണ്ട് കയ്യിൽ. ഞാൻ ചോദിച്ചു, സാറേ ഇതെന്താ മനസ്സിലായില്ലല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല. പാലസ്തീനിൽ നിരപരാധികളെ കൊല്ലുന്നു, സ്ത്രീകളെയും പിഞ്ചോമനുകളെയും നിഷ്കരിടം വധിക്കുന്നു. ഇസ്രയേലിൻ്റെ നരനായാട്ടിനെതിരെ ഞങ്ങളൊരു പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. ഞാൻ പറഞ്ഞ എൻ്റെ എല്ലാ പിന്തുണയും പ്രോത്സാഹനവും മരണം വരെ നിങ്ങൾക്കുണ്ടാവും. ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ എൻ്റെ കാരണം എന്താണെന്നറിയോ? പ്രശ്നം നടക്കുന്നത് എവിടെ? പാലസ്തീനിൽ. പ്രകടനം നടക്കുന്നത് എവിടെ? കോവളത്ത്. അതാ ആരോഗ്യത്തിന് നല്ലത്. അതാ എൻ്റെ പിന്തുണയുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ സ്നേഹമുണ്ട്, അതുകൊണ്ട് പറഞ്ഞാൽ എൻ്റെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്കാണ്. കാരണം പാലസ്തീനിൽ പ്രശ്നം ഉണ്ടായാൽ കോവളത്തോടൊരു പ്രകടനം. അങ്ങോട്ട് പോകാൻ വയ്യായിരുന്നോ? പാലസ്തീനിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ബാക്കി കാണുകയില്ല. ആവിയായിട്ട് പോകുന്ന ആവി, അസ്ഥി പോലും കാണാത്ത സാങ്കേതിക വിദ്യ. ആളെവിടെ പോയി ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആവിയായിട്ട് പോകുന്നു. നിങ്ങൾക്കറിയാമോ? പ്രമുഖരെയൊക്കെ ഇസ്രയേൽ വധിച്ച രീതികളുടെ ആധികാരികത ഞാനിന്ന് പറഞ്ഞാലൊന്നും തീരില്ല.
അവരെ കബളിപ്പിച്ച് പണം കവർന്നവർ, അവരെ ഒറ്റിക്കൊടുത്തവർ, ഉന്മൂലനാശം വിതയ്ക്കാൻ ഒക്കെ പദ്ധതിയിട്ട 100 ജനനായകന്മാരെ, സൈനിക മേധാവികളെ ഒക്കെ വകവരുത്താൻ അവർ സ്വീകരിച്ച വഴികൾ കണ്ടേ. പ്രമുഖനായ ഒരാളുടെ പേര് പറയാം. എത്ര നോക്കിയിട്ടും ഒരു ഭീകരനെ വധിക്കാൻ അവർക്ക് പറ്റണില്ല. പറ്റാതെ വന്നപ്പോൾ മിസൈൽ വർഷം നടത്തി, ആക്രമണം നടത്തി. പക്ഷേ ഇയാൾക്ക് ഭയങ്കര ആയുസ. 1 മീറ്റർ അകലെ എന്നൊക്കെ രക്ഷപ്പെടും, അവിടെ വരെ സ്ഫോടനം വരും. അവസാനം ഒരു പണി, ഇയാൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ്, ഏറ്റവും ഇഷ്ടപ്പെട്ട പേസ്റ്റ് ഏതാണെന്ന് അന്വേഷിച്ചറിഞ്ഞു. ചാരപ്പട. അപ്പോൾ ചാരപ്പട അന്വേഷിക്കുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ കാര്യം അന്വേഷിക്കുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു സംശയം. അതിലും എത്രയോ കാര്യങ്ങളാണ് നിങ്ങൾ ഈ അന്വേഷിച്ച് നടക്കുന്നത്. വല്ലവൻ്റെ ഇയാൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഏതാണെന്ന് ചാരപ്പട കണ്ടുപിടിച്ചു. സ്പൈ വർക്കാ. കൊടുക്കുക, അറിയിപ്പ് കൊടുത്തു, ഇന്ന കമ്പനിയാണ്. ഇസ്രയേൽ ചോദിച്ച വില കൊടുത്ത് ഈ കമ്പനി വിലക്കിങ്ങെടുത്തു. സ്ലോ പോയിസൺ പല ഘട്ടങ്ങളിലൂടെ കുറഞ്ഞ ലെവലിൽ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്തു. നീണ്ട 6 മാസത്തെ പല്ലുതേപ്പ് കഴിഞ്ഞപ്പോൾ കക്ഷിക്ക് ക്യാൻസർ. മനസ്സിലായോ കളി? ഒടുക്കം പിടിച്ചു. ഇതാ ഇസ്രയേൽ. പിടിക്കണമെന്ന് തീരുമാനിച്ചാൽ അവർ പിടിക്കും. മനസ്സിലായോ കളി? ഇങ്ങനെയാ വസ്തുത. ഞാൻ നിർത്താനാന്ന് തോന്നുന്നു. കണ്ടോ, ഇവിടെ പാലസ്തീൻ അനുകൂലികൾ ഒത്തിരി ഉണ്ട്. ഇത് പറഞ്ഞു വന്നപ്പോഴേക്ക് സംഗതി വരുന്നുണ്ടോ? പോട്ടെ. അങ്ങനെയൊന്നും അവരെ എതിർക്കാൻ പറ്റില്ല. ഒന്നും ഏക്കുകയല്ല അങ്ങോട്ട്, നടക്കൂല അങ്ങോട്ട്. അവരുടെ റോഡുകളൊക്കെ തന്നെ അറിയണം. 6 അടി കുഴിച്ചിട്ട് അവിടെ സിമെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ മീതെ ആ റോഡ് പണിതിരിക്കുന്നത്. നമ്മൾ പിന്നെ അങ്ങനെയൊന്നും ഇല്ലാത്ത കുഴികളാണ് നമുക്ക്. 6 അടി കോൺക്രീറ്റ് ചെയ്തിട്ട് മീതെ ടാറിങ്. എന്തിനാണെന്നറിയണ്ടേ? അടിയന്തര ഘട്ടത്തിൽ ഹെലികോപ്റ്റർ ഇടിച്ചിറക്കണം, യുദ്ധം വന്നാൽ. ഇതിനൊക്കെയുള്ള സംവിധാനങ്ങളാണ്. വേറൊരു കാര്യം കൂടെ ഉണ്ടേ, അവരുടെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് അടക്കം സകല സ്ഥലങ്ങളിലും സ്ത്രീകളാണ്. സ്ത്രീകളെന്ന് പറഞ്ഞാൽ 15ഉം 16ഉം വയസ്സുള്ള പെൺകുട്ടികൾ കയ്യിൽ നല്ല AK-47 കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. നിർബന്ധിത സൈനിക സേവനം. പെൺകുട്ടികൾക്കവിടെ കൂലിപ്പടിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ തോക്കും കൊണ്ടാണ് പോകുന്നത്. AK-47. പഴയ വാറാവുകാർ കാണിക്കുന്നില്ല, നീളത്തിലൊരു തോക്ക്. ഇതൊന്നുമല്ല AK-47. നമ്മുടെ പോലീസുകാരെ കുറ്റം പറയാം. നമ്മുടെ പോലീസുകാരെന്ത് ഡീസൻ്റാണ്. വല്ലപ്പോഴും വെടി വെക്കുന്നത് ആകാശത്തിലേക്കാണ്. ആർക്കും ഒരു ഉപദ്രവമില്ല. ആകാശത്തിലേക്ക് ഒരു വെടി. നമുക്കെന്നെ കുഴപ്പം, നടക്കട്ടെ. പിന്നെ അപൂർവം ചിലരുണ്ട് ഈ മാങ്ങ എടുക്കുന്നവരൊക്കെയാണ്. ഞാൻ ഈ ഇടയ്ക്ക് പറയാൻ തുടങ്ങി, നിനക്ക് മാങ്ങ ഞാൻ മേടിച്ചു തരാം, വഴിയെ പോയി ഒരുത്തിൻ്റെ എടുക്കേണ്ടതെന്ന് പറയാൻ തുടങ്ങിയ. പോട്ടെ. ഏതായാലും ഇസ്രയേൽ ഈ പെൺകുട്ടികളാണ് കൂടുതലും സൈന്യത്തിൽ. പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിലൊക്കെ നേതൃത്വം സ്ത്രീകൾക്കാണ്. എന്താ കാര്യം എന്നറിയട്ടെ? വചനം പറയാ, അന്നാളിൽ അവരുടെ സ്ത്രീകൾ അവരുടെ പുരുഷനെ കാക്കും. മനസ്സിലായോ? അന്നാളിൽ അവരുടെ സ്ത്രീകൾ അവരുടെ പുരുഷനെ കാക്കും. അതിന് പകരം നമുക്ക് കുറേ സ്ത്രീകൾ. എടോ സൗപാസേ, ഒന്നും പറയാതിരിക്കുക ഭേദം. നിങ്ങളുടെ മുഖത്തൊരു മ്ലാനത, അതെനിക്ക് മനസ്സിലായി. ഒരു സന്തോഷക്കുറവ് നിങ്ങളുടെ അല്ല, നിങ്ങൾ ഉള്ളുകൊണ്ട് ചിരിക്കുന്നുണ്ട്, എനിക്കറിയാം. ഉറക്കെ ചിരിച്ചാൽ കേസ് വേറെ വരും, അതുകൊണ്ടാണ്. പോട്ടെ. അന്നാളിൽ അവരുടെ സ്ത്രീകൾ അവരുടെ പുരുഷനെ കാക്കും. ആയുധം കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ടോ? അതൊക്കെ കാണണം. ഇതാണ് ഇസ്രയേൽ. ആ രാജ്യത്ത് ആര് നോക്കിയിട്ടും പൊളിക്കാൻ വയ്യാത്ത കിഴക്കേ വാതിൽ കണ്ടിട്ട് ഈ റബിമാർ പറഞ്ഞു കൊടുത്തു, അങ്ങനെയൊന്നും ഇത് പൊളിക്കാൻ പറ്റില്ല ആർക്കും. അകത്ത് കടക്കാനും വയ്യ, പുറത്തു പോകാനും പറ്റില്ല. പക്ഷേ ഒരു ദിവസം ഇത് തുറക്കും. ആരാ തുറക്കുന്നേ? പറഞ്ഞു കൊടുത്തു. ഇത് തുറക്കാൻ അധികാരമുള്ള ഒരാളുണ്ട്. ആരുമടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടക്കുന്നവൻ. അവന്റെ പാദസ്പന്ദനം ഒരു ദിവസം ഈ ഭൂപ്പരപ്പ് കേൾക്കും. അവൻ ഈ കിഴക്കേ വാതിലിന്റെ അരികിലേക്ക് വരുമ്പോൾ
ആ വാതിൽ തുറന്ന് അതിലൂടെ മഹത്വം അക്ഷരാർത്ഥത്തിൽ ജഡം ധരിച്ച് അകത്തേക്ക് പ്രവേശിക്കും. ആ മഹത്വത്തിന്റെ മുമ്പിലേ ഈ കോട്ടകൊത്തളങ്ങൾ ഇടിഞ്ഞു മാറൂ. അതാ പറഞ്ഞത്, യഹോവയുടെ മഹത്വം അകത്ത് കിടന്നിരിക്കുന്നത് കൊണ്ട് അത് അടച്ചിരിക്കണം. അന്നടഞ്ഞതാ, ഇന്നും തുറന്നിട്ടില്ല. ഒരു ദിവസം തുറക്കും. അങ്ങനെ ഈ മഹത്വം കിഴക്ക് ഒലിവുമലയുടെ മുകളിൽ നിന്നു എന്നാണ്, തൊട്ടപ്പുറത്തെ ഒലിവുമല. ഇതും കഴിഞ്ഞ് ദൈവമഹത്വം അപ്രത്യക്ഷമായി. ആരെ നോക്കിയിട്ടും കാണുന്നില്ല. അപ്പോഴൊക്കെ ഇസ്രായേൽ പ്രാർത്ഥിക്കും, യഹോവേ മടങ്ങി വരണമേ, ഞങ്ങളിലേക്ക് മടങ്ങി വരണമേ, അനേകായിരമായ ഞങ്ങളിലേക്ക് മടങ്ങി വരണമേ, നീ ഞങ്ങളെ സൗഖ്യമാക്കണമേ, നീയാണ് ഞങ്ങളെ കടിച്ചു കയറിയത്, നീ ഞങ്ങളെ സൗഖ്യമാക്കണമേ, നീ മുറിവ് കെട്ടണമേ. വിലപിച്ചു കരഞ്ഞ് രാജാക്കന്മാരും ഈ രാജ്യത്തെ ഇതുവരെ ഭരിച്ചവരും ഒക്കെ ചേർന്ന് ഞങ്ങളെ നശിപ്പിച്ചു, ഞങ്ങളുടെ ആത്മീയത നശിപ്പിച്ചു, ആലയം കൊള്ളകിട്ടു, ദൈവമഹത്വം അപ്രത്യക്ഷമായി. ഞങ്ങൾക്ക് വേണ്ടത് പടുകുത്തൻ മണിമാളികകളല്ല, അമ്പരചുംബികളല്ല, നിന്റെ മഹത്വം, നിന്റെ മഹത്വം, നിന്റെ മഹത്വം. ഇതിൽ പരം ഞങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തിലും നിന്നെയല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇത് പറയുമ്പോഴാ നിങ്ങൾ പറയണം കരുത്, ഈ സ്വർഗത്തിൽ ചെന്നാലും ഒത്തിരി കിരീടം വേണമെന്നൊന്നും ആഗ്രഹമില്ലാത്ത ഒരാളാണ് ഞാൻ. എന്തിനാ കണ്ടവാനം കിരീടം? ഷാജി ഫിലിപ്പിനൊക്കെ കിരീടം ഒന്ന് കേട്ടാൽ ചാട് കൊടുക്കണം. എനിക്ക് അങ്ങനെ ഒരു ദുരാഗ്രഹവും ഇല്ല. കിരീടം വേണമെന്നില്ല. പിന്നെ നിങ്ങളെല്ലാം അതിലേ വെച്ച് നടക്കുമ്പോൾ പഴയ തുറണം നമുക്കും കിട്ടിയാൽ തിരക്കേടില്ല. അപ്പം അങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാവരുടെയും മണ്ടയിൽ ഓരോ കിരീടം, ഞാൻ മാത്രം കിരീടമില്ല നടന്ന ഒരാകാഴിക. അതുകൊണ്ട് പഴയത് വല്ലതും ഉണ്ടേ വരണം, നമുക്കെന്താ, ഇത്രേ ഉള്ളൂ. എൻ്റെ കാരണം അറിയാമോ? പറയാം. സ്വർഗത്തിൻ്റെ മഹത്വം ആ കിരീടമൊന്നുമല്ല, തങ്കത്തെരുവീഥികളല്ല, ജീവവൃക്ഷത്തിൻ്റെ ഫലവുമല്ല. സ്വർഗത്തിൻ്റെ മഹത്വം പൊന്മണിമാല അവൻ എനിക്ക് തരുമെന്ന പ്രതീക്ഷയല്ല. സ്വർഗത്തിൻ്റെ മഹത്വം ശുദ്ധ പളുങ്കിനൊത്ത കണ്ണാടിക്കടലുമല്ല. സ്വർഗത്തിൻ്റെ മഹത്വം യേശു അവിടെ ഉണ്ട് എന്നതാണ്. കർത്താതി കർത്താവും രാജാതി രാജാവും എന്ന നാമം ധരിച്ചവൻ അവിടെയുണ്ട്. അവനെ കാണാനാ അവനോട് നമ്മൾ കാത്തിരിക്കുന്നത്. ദാവീദ് അതിനാ പറഞ്ഞത്, സ്വർഗത്തിലും നിന്നെയല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. നിന്നെ ഒന്ന് കാണാൻ, തിരുമുഖമൊന്ന് കാണാൻ, അതാ ഞാൻ കാത്തിരിക്കുന്നത്. സ്തോത്രം. ഒരു മനുഷ്യൻ പണ്ട് ഗൾഫിന് പോയി. ഗൾഫിന് പോയവനോട് ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ എഴുതി ചോദിച്ചു. മകൻ പറഞ്ഞു, എനിക്ക് സൈക്കിൾ വേണം. മോൾ അവിടെ ആവശ്യങ്ങൾ പറഞ്ഞു. ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ കൂടെ ഒരാൾ ചോദിച്ചു, മോൻ വരുമ്പോൾ എന്താ കഴിക്കാനുണ്ടാക്കണ്ടേ? അതൊരാൾക്ക് ചോദിക്കാൻ പറ്റൂ. അതാ അമ്മ. അമ്മയുടെ പ്രത്യേകത അമ്മയ്ക്കെന്ത് കൊണ്ടുവന്നു എന്ന് കാണാനല്ല, ഈ നാട് വിട്ടു പോയപ്പോൾ നീ കഴിച്ചിട്ട് പോയ ഭക്ഷണത്തിൻ്റെ രുചി മാറി, രീതി മാറി. അമ്മയുടെ കൈപുണ്യത്തിനൊരു മാറ്റവും വന്നില്ല. മോൻ വരുമ്പോൾ കഴിക്കാൻ എന്ത് വേണം? ഇതാണ് അമ്മ. അവർ തമ്മിലുള്ള സമാഗമത്തിൻ്റെ ശക്തി കൊടുക്കുന്ന ഗിഫ്റ്റല്ല, മറിച്ച് മകൻ്റെ ഇഷ്ടത്തിന് കാത്തിരിക്കുന്ന അമ്മയെപ്പോലെ നമുക്ക് മരുമനാഥൻ നോക്കിക്കൊണ്ട് പറയാം, സ്വർഗത്തിലും അങ്ങനെയല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തിരുമുഖം കാണണം, തിരുസാന്നിധ്യം കാണണം, തിരുകൃപ ആസ്വദിക്കണം, തമ്പുരാനെ കാണണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എൻ്റെ ആഗ്രഹം കിരീടങ്ങൾ പ്രാപിക്കുന്നതിലല്ല, തങ്കത്തെരുവീതിയിലും മണിമാളികകളും പ്രാപിക്കുന്നതല്ല, രാജാതി രാജാവായി വാഴുന്നതല്ല ആവേശം. അങ്ങന്റെ കാന്തനായി സകലത്തിലും സകലതുമായി എൻ്റെ നായകനായി ഏദൻ പൂങ്കാവനത്തിലൂടെ ആദം ഹവ്വാരുടെ തോളിൽ കൈയിട്ട് നടന്നതുപോലെ ആ മനോഹാരിതയിലേക്ക് എനിക്കൊന്ന് മടങ്ങിപ്പോകണം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഈ കൂടാരം കണ്ടിട്ട മാനുഷിക കൂടാരങ്ങളിൽ ഞരങ്ങിക്കൊണ്ട് പാർത്ത അബ്രഹാം പറയാണ്, ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരമുണ്ട്. ആ
നഗരം ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിൽ ജനിക്കട്ടെ. ആ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ജ്വലിക്കട്ടെ. ആ ചിന്തയാണ് ക്രൈസ്തവന്റെ ആവേശം. വെട്ടിപ്പിടിച്ച മണിമാളികകളെ കുറിച്ചല്ല, പിടിച്ചെടുത്ത ഭൂസ്വത്തിനെ കുറിച്ചല്ല, ഭൗതിക സമ്പത്തിന്റെ കരുത്തല്ല, ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരം. അതിനെ കൺപാർത്ത് ജയജീവിതം നയിക്കാൻ നമുക്ക് തയ്യാറെടുക്കാം സഹജരെ. ബഹുമാനരെ, ഇവിടെ ഒരു കാഴ്ച കാണാം. യഹോവയുടെ മഹത്വം അവരെ വിട്ടുപോയി. പക്ഷെ കരയുന്നവൻ്റെ ആ കണ്ണീര് കണ്ടാൽ അവിടെ നിന്ന് മടങ്ങിപ്പോകാത്ത ദൈവം നമുക്ക് വേണ്ടി നല്ലതൊന്നിനെ മുൻകരുതി ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. യെശയ്യ പ്രവാചകന്മാർ പറഞ്ഞു, പേടിക്കണ്ട. കരയുന്നവരെ നോക്കി പറയുക, ദൈവതേജസ് നഷ്ടപ്പെട്ടു, ദൈവകൃപ നഷ്ടപ്പെട്ടു, ആലയത്തിന്റെ അഭിവൃദ്ധി നഷ്ടപ്പെട്ടു, ആലയം കൊള്ളയടിക്കപ്പെടാൻ പോകുന്നു. പക്ഷെ ഭയപ്പെടരുത്. ഒരു രാജാവ് നീതിയോടെ വാഴും. അവൻ അത്ഭുത ആലോചനക്കാരൻ, വീരനാം ദൈവം, സമാധാനത്തിന്റെ പ്രഭു. അവന്റെ രാജ്യത്തിന് അന്തമുണ്ടാകയില്ല. അവൻ ദാവീദ് ഗോത്രത്തിന്റെ വേരായവനും നമ്മുടെ മധ്യത്തിൽ ഒരിക്കൽ വരും. കാത്തിരിക്കാൻ അവർക്ക് പ്രതീക്ഷയായി. ഈ പ്രതീക്ഷയുടെ പേരാ മശിഹയെ കുറിച്ചുള്ള പ്രതീക്ഷ, ദ എക്സ്പെക്ടേഷൻ ഓഫ് മെസായ. അവർ കാത്തിരുന്നു ഒരഭിഷിക്തന് വേണ്ടി. കാത്തിരിക്കവേ ഈ പ്രതീക്ഷയ്ക്കൊപ്പം അവർ ചില സങ്കല്പങ്ങളും മെനഞ്ഞു. ഈ സങ്കല്പങ്ങളും യാഥാർത്ഥ്യവും തമ്മിൽ ഒത്തുപോവില്ല. അവർ വിചാരിച്ചു, ആ വരുന്ന രാജാവ് ഞങ്ങളെ ചുറ്റുമുള്ള രാജാക്കന്മാരെ മുഴുവൻ തകർത്തിട്ട് ഞങ്ങളെ കൊണ്ട്, ഞങ്ങളുടെ രാജാവായിരുന്നു കൊണ്ട് ഉലകത്തെ മുഴുവൻ ഭരിക്കും. അങ്ങനെ ഇരിക്കെ സ്നാപക യോഹന്നാൻ വന്നു. സ്നാപകൻ വന്നിട്ട് പറയുക, ഈ യോർദാൻ്റെ പടിഞ്ഞാറെ, ചാവുകടലിൻ്റെ പടിഞ്ഞാറെ തീരത്ത് യോർദാൻ നദി എന്ന് ചേരുന്ന ഇടത്തിൻ്റെ വടക്കുവശത്ത് സ്നാപകൻ നിന്ന് പ്രസംഗിക്കുക. ഈ സ്നാപകനെ പറ്റി പഠിക്കണം. സ്നാപകനെ പറ്റി പറയുമ്പോൾ ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പ്, അരയിലെ തോൽവാർ, വെട്ടുക്കിളിയും കാട്ടുതീനും കൊണ്ട് ഉപജീവനം കഴിച്ചു. ബൈബിളിൽ പലരെയും ഭക്ഷണം എന്താ അതിനകത്ത് എഴുതിയിട്ടില്ല. പൗലോസ് എന്തോ കഴിച്ചെന്നോ, പത്രോസ് കണ്ണൻ ദേവൻ ചായയാണോ കുടിച്ച്, ഇതൊന്നും നമുക്കറിയില്ല. ഇതൊന്നും എഴുതിയിട്ടില്ല. ഇങ്ങേരുടെ ആഹാരം ഇവിടെ എഴുതി വച്ചിരിക്കുക, വസ്ത്രം എഴുതി വച്ചിരിക്കുക. എന്താ പറഞ്ഞേ? ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പ്, അരയിൽ തോൽവാറ്, ഭക്ഷണം വെട്ടുക്കിളിയും കാട്ടുതീനും. ആള് പുരോഹിതൻ്റെ മകനാണ്. പുരോഹിതനായിരുന്നെങ്കിൽ ജനത്തിന് കിട്ടേണ്ട ഏറ്റവും നല്ലതിനെ ഓഹരിയായി അവിടെ കിട്ടേണ്ടതാ. അത് കഴിക്കാൻ പോയില്ല. ആചാരവസ്ത്രം ധരിച്ച് ആധികാരികമായി ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ട ആളാ. പക്ഷേ അദ്ദേഹം മരുഭൂമിയിൽ വന്നിരിക്കുക. മരുഭൂമിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒരുപറ്റം ആളുകൾ സ്പൈ വർക്ക് നടത്തുക. വന്നിട്ട് ചോദിക്കുക, പ്രഭോ, ഞങ്ങളെ ചിലർ ഇവിടേക്ക് അയച്ചിരിക്കുക, പറയൂ, താങ്കളാരാ? എന്നിട്ട് അവർ തന്നെ പൂരിപ്പിച്ചു, പറയൂ, ആർ യു ദ മെസായ? നീ മശിഹയാണോ? നമ്മളാണ് എന്താ പറഞ്ഞേനെ? അതിപ്പോൾ എല്ലാവരും അങ്ങനെ കാണാൻ ഞാൻ വേണ്ടെന്ന് പറയാൻ നോക്കുമോ? അങ്ങനെ നമ്മളൊക്കെ ഈ വലിയ പുള്ളികളാകുന്നത്. മനസ്സിലായില്ലേ? ഈ പൗലോസിൻ്റെ അടുത്ത് ബർണ്ണബാസും പൗലോസും പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ പൂമാല ഇടാൻ വന്നു. കന്നാലിയെ യാഗം കഴിക്കാൻ വേണ്ടി അതിനെയും കൊണ്ടുവന്നു. നമ്മളാണ് എന്താ പറഞ്ഞേനെ? അതിപ്പോൾ അവരൊരു ആചാരമല്ലേ, അതിന് നമ്മളങ്ങ് കൂടുക, അവരൊരു സന്തോഷം. ക്ഷമിക്കണം, ഞാൻ തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു ദുരാചാരമുണ്ട്. നമ്മുടെ ഒരു പൊതു സദസ്സാണെങ്കിലും പറയാം. ഋതുമതികളാകുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ചടങ്ങുണ്ട്. ഞാൻ നോക്കുമ്പോൾ അവിടുത്തെ കിടകെട്ടിയ സഭയിലല്ല ഈ ചടങ്ങ്. അവിടുത്തെ പാസ്റ്റർമാർ പറഞ്ഞത് എന്താണെന്നറിയണ്ടേ? നമ്മളിപ്പോൾ വന്ന് ഇതിനെതിരെയൊക്കെ പ്രസംഗിച്ച് കഴിഞ്ഞാൽ വലിയ പ്രയാസം, അതൊന്നും ഇവരുടെ നിന്ന് മാറുകയില്ലെന്നേ. അതിനും പോവാ പ്രാർത്ഥിക്കാൻ ഈ ഗതികെട്ടവൻ.
ഇവനെന്നാ ബോധം വരുന്നത്? അങ്ങനെ കോംപ്രമൈസിൻ്റെ അല്ലിത്. എനിക്ക് വൈകിട്ട് പ്രസംഗിക്കാൻ കിട്ടി. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കരുത്. വചനം തറപ്പിച്ചങ്ങ് പറഞ്ഞു. അതിൻ്റെ റിസൾട്ട് കേൾക്കണോ? ഇതൊക്കെ ഉപേക്ഷിക്കാൻ മനസ്സുള്ളവർ മാത്രം, മേലിൽ എൻ്റെ വീട്ടിൽ ഇത്തരം ദുരാചാരങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറപ്പുള്ളവർ മാത്രം എഴുന്നേക്കാൻ പറഞ്ഞു. സകല പുള്ളി കൊണ്ട് എഴുന്നേറ്റ് കരഞ്ഞു. അപ്പം മാറ്റിയാൽ മാറുകയില്ലേ? മാറും. വസ്തുതകളുടെ കൂടെ ഇഴുകിച്ചേർന്ന് അവരെ പോലാകാനല്ല, വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ കോഷിപ്പാൻ ദൈവം തിരഞ്ഞെടുത്തൊരു ജാതി, രാജകീയ പുരോഹിത വർഗം. ഇതാ നമ്മൾ, ഇതാ ക്രൈസ്തവൻ്റെ സംസ്കാരം സമൂഹത്തെ പഠിപ്പിക്കേണ്ടത്. അവരെ മാറ്റണം. അതിനാ ദൈവം നമ്മളെ വിട്ടിരിക്കുന്നത്. അതാ സുവിശേഷത്തിൻ്റെ വ്യാപ്തി. അതിനെ ആശ്രയിച്ച ദൈവജനം പ്രസംഗിക്കണ്ടേ? ഞാൻ നീട്ടണില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ ദൈവതേജസ് നഷ്ടപ്പെട്ട ഇടത്ത് പ്രവാചകന്മാരെ അയച്ചു. പ്രവാചകന്മാർ പറഞ്ഞൊരു രാജാവ് വരും. പറയാൻ നിൽക്കുന്ന, പ്രസംഗിക്കാൻ നിൽക്കുന്ന സ്നാപകനോട് ചോദിക്കുക, നീ ആരാ? സ്നാപകൻ പറഞ്ഞു, ഞാൻ മശിഹയൊന്നുമല്ല, യഥാർത്ഥ മശിഹ വരുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ആൾ വരും. വരുമ്പോൾ എന്നെ അയച്ചവൻ എന്നോടൊരു കാര്യം പറഞ്ഞു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ആരിൽ ആവസിക്കുമോ അതാ മശിഹ. ഇതാ അടയാളം. മനസ്സിലായോ? ഇതാണ് അടയാളം. അപ്പം നീ ആരാ? ഞാനേ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. എന്നെ സന്തോഷിപ്പിച്ചതേ, ജനത്തിരക്ക് കിടന്ന് വിളിച്ചു പറയുന്നവനെ കേൾക്കാനെന്ന ആളുണ്ട്. മരുഭൂമിയുടെ ചുട്ടുപഴുത്ത മണൽപ്പരപ്പിൽ ഇവിടം കൊണ്ട് ഈ ശബ്ദം ഒതുങ്ങുമെന്ന സാത്താൻ ചിന്തിച്ചത്. പക്ഷേ മരുഭൂമിയുടെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ പാദമുന്നിൽ നിന്നുകൊണ്ട് അവൻ പറഞ്ഞ ശബ്ദം കാലത്തെ അതിജീവിച്ച 5 വൻകരകളിലും ഒരുപോലെ പ്രവേശിക്കപ്പെട്ടു. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ ക്രിസ്തു അടുത്ത ദിവസം ഇതുവഴി വരിക. കർത്താവിനെ നോക്കിയിട്ട് സ്നാപകൻ, സ്നാനമൊക്കെ കഴിഞ്ഞ് നമുക്കറിയാം, സ്നാപകൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കേൾക്കുകയും സ്നാപകൻ്റെ 2 ശിഷ്യന്മാർ ഈ കൂടങ്ങ് പോയി. അതിലൊരാളാ ഞാൻ പറഞ്ഞ അന്ത്രയോസ്. അന്ത്രയോസ് അടുത്ത് ചെന്നു, ഗുരു, അങ്ങേ പരിചയപ്പെടണം, എനിക്കങ്ങേ അനുഗമിക്കണം. പറയൂ, അങ്ങ് എവിടെ പാർക്കുന്നു? കർത്താവ് അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, വന്ന് കാൺമീൻ. ഗൂഗിൾ മാപ്പില്ലാത്ത കാലത്തെ, ലൊക്കേഷൻ ഇട്ട് കൊടുക്കാൻ സൗകര്യമില്ലാത്ത കാലത്തെ, ഞാൻ പാർക്കുന്ന ഇടം വന്ന് കണ്ടുപിടിക്കാൻ നീ റിസ്ക് എടുക്കുമെങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പാ, നീ ആത്മാർത്ഥമുള്ളവനാ. ഇങ്ങനെയുള്ളവരെ അവൻ തൻ്റെ വേലയ്ക്ക് വിളിക്കുന്നത്. കഷ്ടപ്പെട്ട് മല താണ്ടി ചെന്ന് കണ്ടുപിടിക്കണം ആളെവിടെയാണ്. ആവശ്യക്കാരൻ ഞാനാണെന്ന ബോധത്തോടെ അവനെ അനുഗമിക്കണം. ആ ഉറപ്പുള്ളവൻ മണലാരണ്യത്തിൽ നിൽക്കും, മരുഭൂമിയിലും നിൽക്കും, അവൻ ഗുഹാമുഖത്ത് നിൽക്കും, കടൽ തീരത്ത് നിൽക്കും. അങ്ങനെയാ അന്ത്രയോസ് അങ്ങോട്ട് യാത്ര തിരിച്ച്. അന്ത്രയോസ് തിരിച്ച് വൈകിട്ട് വീട്ടിൽ ചെന്നു. തനിക്കൊരു സഹോദരനുണ്ടായിരുന്നു, പത്രോസ്. ഈ പത്രോസ് വലയും പടവും ഒക്കെ നന്നാക്കി ഇങ്ങനെ അതിനോട് കലഹിച്ചുമൊക്കെ കഴിയുന്ന ഒരു മനുഷ്യനാണ്. അവിടെ ചെന്നിട്ടേ അന്ത്രയോസ് വിളിച്ചു, മോനെ അങ്ങോട്ട് വാ, ചേട്ടായി ഒരു കാര്യം പറഞ്ഞു തരാം, ഇങ്ങ് വാ. ആ എന്താ? ഒരു വിശേഷമുണ്ട്. എന്താ? ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നവനെ ഞാൻ കണ്ടെത്തി. ആദ്യത്തെ കണ്ടെത്തൽ, ആ സഭാചരിത്രത്തിലെ ആദ്യത്തെ കണ്ടെത്തൽ. ന്യായപ്രമാണം പഠിച്ച ശാസ്ത്രിമാർ പുസ്തക ചുരുൾ നിവർത്തി വെച്ച് ഭൂതക്കണ്ണാടി കൊണ്ട് വായിച്ചിട്ടും കാണാൻ കഴിയാത്തവനെ ഒറ്റയ്ക്ക് കണ്ടെത്തിയ ചങ്കൂറ്റത്തിന്റെ പേരാ ക്രിസ്ത്യാനിത്വം. ആ കരുത്തുള്ളവന് ഒരു ജീവൻ പ്രതിസന്ധിയിലും മടങ്ങിപ്പോകാൻ ഇടവരാത്ത വിധത്തിൽ അവനെ അനുഗമിച്ചുകൊണ്ടിരിക്കും. ഞാനവനെ കണ്ടെത്തി. ഈ കണ്ടെത്തൽ, ഈ തിരിച്ചറിവ്, ആ സ്വയമുള്ള ബോധ്യം, ആ ബോധ്യമുള്ളവൻ പറയാ,
അങ്ങകലെ സമാഗമന കൂടാരത്തിൽ നിന്ന് അപ്രത്യക്ഷമായ ദൈവത്തിൻ്റെ കൃപ, ഉമ്മറപ്പടിയിൽ വന്നിരുന്ന ദൈവത്തിൻ്റെ കൃപ കെരൂബുകളുടെ മീതെ ആവസിച്ചിട്ട് നഷ്ടമായി പോകുകയും കിഴക്കൊലിവുമലയിൽ പ്രത്യക്ഷമാകുകയും ഒരിക്കൽ ഇതിനൊക്കെ ശേഷം നമ്മിൽ നിന്നെല്ലാം കൈവിട്ടുപോയ ആ തേജസ ജഡമെടുത്ത് ദാ വന്നിരിക്കുന്നു. ഇവനാള്. ഇങ്ങനെ യേശുവിനെ കണ്ട എത്ര പേർ ഇന്ന് രാത്രി ഇവിടെയുണ്ട്? ഞാനേ അക്ഷരാർത്ഥത്തിൽ യേശുവിനെ കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല. കാണത്തില്ലെന്നൊന്നും പറയാൻ പറ്റില്ല, കണ്ടെന്നും വരാം, പ്രാർത്ഥിച്ചവർക്ക് കണ്ടെന്ന് വരാം. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല എന്നത് ഒരു കുറവായി എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കണ്ടില്ലെന്നേ ഉള്ളൂ, ഞാൻ അവനെ അനുഭവിക്കുന്നു, ഞാൻ അവനെ ആസ്വദിക്കുന്നു, ഞാൻ അവനെ വിശ്വാസത്താൽ സ്പർശിക്കുന്നു. ഇതാ ഞാൻ പറഞ്ഞ പത്രോസിനേക്കാൾ യോഹന്നാനേക്കാൾ ക്രെഡിബിലിറ്റി നമുക്കാ. എന്താ കാര്യം? സ്വർഗത്തിൽ ചെന്നാൽ നമുക്കാണ് റാങ്ക് കൂടുതൽ, അവർക്കല്ലെന്ന്. എന്താ കാര്യം? അത് ക്ലെയിം ചെയ്യാനാണ് നിങ്ങൾ എൻ്റെ കൂടെ കൂടാൻ പറഞ്ഞു. അത് ക്ലെയിം ചെയ്ത് വാങ്ങും ഞാൻ. എന്താണെന്നറിയണ്ടേ? തമ്പുരാനെ, ഈ പത്രോസ് നിന്നെ കണ്ടാണല്ലോ, നീ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടല്ലോ, അമ്മാവിയമ്മയെ സൗഖ്യമാക്കിയതല്ലേ? ഒരിക്കലൊരു തിയോളജൻ ചോദിച്ചതാണ്, എന്തുകൊണ്ട് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു എന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഇല്ല, അമ്മാവിയമ്മയെ സൗഖ്യമാക്കിയതിൻ്റെ വൈരാഗ്യത്തിന് ചെയ്തതാണ്. ഈ കൈക്കൊരു തീരുമാനമാകുമെന്ന് ഓർത്തിരിക്കുമ്പോൾ ദൈവം സൗഖ്യമാക്കി വെച്ചു പോയി. അന്ന് തീരുമാനിച്ചതാണ്. അത് കേട്ടിട്ടും ആളുകൾ ആത്മാവിലായി കളഞ്ഞു. അത് നമ്മുടെ ആളുകളുടെ ഒരു പ്രശ്നമാണ്. ആലോചിച്ച് നോക്കിയേ, ദൂത് പോകുന്നൊരു പോക്കേ. ഏതായാലും എന്തേ പറയാൻ കാരണം? പത്രോസേ, ഞാൻ പറയും, കർത്താവ്, ഈ പത്രോസ് ഉണ്ടല്ലോ, അപ്പം വാങ്ങി ഭക്ഷിച്ചവനാ. ഈ പത്രോസ് ഉണ്ടല്ലോ, ചതുർദ്രഹ്മപ്പണം ചൂണ്ടയിട്ട്, മത്സ്യത്തെ ചൂണ്ടയിട്ട് പിടിച്ച് അവനും നിനക്കും വേണ്ടിയിട്ട് ആക്ഷരച്ചവനാ. നിൻ്റെ കൂടി ഇങ്ങനെ നടന്നവനാ. കാര്യത്തോടെടുത്തപ്പോൾ നിന്നെ തള്ളി. തോമസ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കാം, പക്ഷെ ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കണമെങ്കിൽ ഈ ബ്ലഡ് എടുത്തിട്ട് സാമ്പിൾ അയച്ച് റിപ്പോർട്ട് വരട്ടെ. നമുക്ക് ആൾ DNA ടെസ്റ്റ് നടത്തട്ടെ, ചുമ്മാതൊന്നും എന്നെ കിട്ടത്തില്ല. ഞാനവനെ അറിയുന്നു പോലുമില്ല. യൂദാ 30 വെള്ളി നാണയം വിലയിട്ടിട്ട് യേശുവിനെ തള്ളി. ഞാൻ എന്താ ക്ലെയിം ചെയ്തെന്ന് കേൾക്കണ്ടേ? നാഥാ, നിൻ്റെ ഓരം ചാരി ഇരിക്കാൻ ഭാഗ്യം കിട്ടാത്ത ഞാൻ, നീ 5 അപ്പം മുറിച്ച് നീട്ടുമ്പോൾ ഇങ്ങനെ കൈനീട്ടി നിൽക്കാൻ അന്നവിടെ ഇല്ലാതെ പോയ ഞാൻ, കടലിൽ മീതെ നടക്കുമ്പോൾ ആർത്ത് വിളിക്കാത്ത ഞാൻ, ഹൃദയം കൊണ്ട് തിരിച്ചറിയുന്നു നീയാ എൻ്റെ രക്ഷകൻ. പതറുന്ന മനസ്സൊരിക്കലും വരാതെ 100 പ്രതിസന്ധിയിലും ഞങ്ങൾ എവിടെ ഉയർത്തിപ്പറയും, നീയാ എൻ്റെ രക്ഷകൻ. എന്നെയും നിന്നെയും നോക്കിയ യേശു പറഞ്ഞത് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ ഭാഗ്യവതവി എത്ര പേർക്ക് വേണം? അങ്ങനെ ദൈവമഹത്വം ഘനീഭവിച്ചുറഞ്ഞുറഞ്ഞുറഞ്ഞുറഞ്ഞ് ഒരു സൈഗോട്ടായി, ഒരു സിദ്ധാന്തമായി മറിയയുടെ ഉദരത്തിൽ രൂപപ്പെട്ടു. മറിയ ഗർഭം ധരിച്ച് ആ തേജസായവനെ ജന്മം കൊടുത്തു. ആ തേജസായവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട വിദ്വാൻമാരും അന്ന് തന്നെ ദർശിച്ച ദൂതസാന്നിധ്യമറിഞ്ഞ ആളുകളും വാടിയും യേശുവിനെ ആരാധിച്ചും അവന്റെ മുമ്പിൽ അടിവണങ്ങി. ആ ക്രിസ്തു ക്രൂശിക്കപ്പെടുമ്പോഴും ആ തേജസ് ഒരു കള്ളൻ തിരിച്ചറിഞ്ഞു. ശിശുവായ യേശുവിനെ കരങ്ങളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ശിമയോനും ആ തേജസ്സിൻ്റെ ഭാഗമായി. നമുക്കും പറയാം, ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിലും ഞങ്ങളങ്ങയെ തള്ളിക്കളയില്ല, ഞങ്ങളങ്ങയെ അനുഗമിക്കും. ഇങ്ങനെയുള്ള നമുക്ക് വേണ്ടി ഈ തേജസ് ഇന്നൊരു പ്രശ്നമുണ്ട്. ലോകത്തൊരുത്തനും ഈ തേജസ് കാണാൻ വയ്യ. കാരണം യേശുവിനെ നോക്കിയിട്ട് മുമ്പേ പറഞ്ഞ പോലെ അകക്കണ്ണ് ജ്വലിച്ചെങ്കിൽ തിരിച്ചറിയാൻ വയ്യ. യേശുവിനെ മാത്രമല്ല, ഇപ്പോൾ സ്നാപകനെ നോക്കിയിട്ട് നമുക്ക് ഇത്ര ആദരവ്. കാരണം യേശുവിനെ പറ്റി പറഞ്ഞതാ സ്നാപകൻ്റെ ആദരവ്. അങ്ങനെയല്ലേ? അല്ലേ പിന്നെ നമുക്കും സ്നാപകനുമായിട്ട് എന്താ ബന്ധം?
യേശുവിനെ പറ്റി പറഞ്ഞതാണെന്ന് സ്നാപകൻ്റെ വില അല്ലേ? അല്ലെങ്കിൽ ഞാനെന്താ പറഞ്ഞതെന്നറിയണ്ടേ? ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ്, നിങ്ങളുടെ കാര്യം അറിയത്തില്ല, ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അറയിൽ തോൽ വാറും ഒക്കെ ധരിച്ച് വെട്ടുക്കിളിയും കാട്ടുതേനും ഒക്കെ ഭക്ഷിച്ച ഒരു മനുഷ്യൻ അവിടെ യോർദാനിൽ നിൽക്കുന്നു. ഞാൻ പറഞ്ഞ ആരോ ആദിവാസികൾ അവിടെ നിന്ന് കുളിക്കുന്നു. നിനക്കെന്നാ ചെയ്തും? ഏതോ ഒരു ആദിവാസി അവിടെ നിന്ന് കുളിക്കുന്നു. നിനക്കെന്നാ ചെയ്തോന്ന് ചോദിച്ചു ഞാൻ തിരിച്ചു പോകുന്നതിന്. കാരണം അവന് കൊടുക്കേണ്ട വില ഈ പുസ്തകം തന്ന വിലയാണ്. നമ്മുടെ എല്ലാം വില യേശുവിനെ പ്രസംഗിച്ചതാ, യേശു നിർത്തിയതാ ഭക്തൻ്റെ വില. മനസ്സിലായില്ലേ? ഒടുക്കം ഈ യേശുവിനെ അങ്ങനെ തിരിച്ചറിയാൻ ലോകത്തിന് കഴിയില്ല. അത് വെളിപ്പാടുള്ള നമുക്കേ കഴിയൂ. അതിനാ പത്രോസിനോട് പറഞ്ഞത്, നീ ഭാഗ്യവാൻ, ജഡവും രക്തവുമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ പിതാവ്. പക്ഷെ ഒരു ദിവസം ലോകത്തിനും മനസ്സിലാകും ഈ തേജസ്സിൻ്റെ ഉടമ ആരാണെന്ന്. വായിക്കണ്ട, വെളിപ്പാട് പുസ്തകം 1:7 പറയുക, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. അന്നവർക്ക് പിടികിട്ടും ഈ മഹിമയോടെ വാഹനമേറി കൃതാർത്ഥനായി വരുന്ന രാജകുമാരനെ അന്നവർക്ക് പിടികിട്ടും. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ അവനെ ചൊല്ലി വിലപിക്കും. അവൻ അക്ഷരാർത്ഥത്തിൽ തൻ്റെ തിരുസഭയെ മാറോടടുക്കി പിടിച്ചുകൊണ്ട് പണ്ട് പോയതുപോലെ ഒരു വരവ്. തിരുസഭ ക്രിസ്തുവിനോടുകൂടെ ജയാളിയായി വരുന്ന രംഗം കണ്ടിട്ട് ജ്ഞാനിയായ സോളമൻ ചോദിക്കുക, മരുഭൂമിയിൽ നിന്ന് പ്രിയൻ്റെ മേൽ ചാരി വരുന്ന കോമളരൂപിയായ മനോഹരിയായ ഇവളാരാണ്? ആ തിരുസഭയും കാന്തനോട് ചേർന്ന് പുതിയ യെരൂശലേം എന്ന മഹാനഗരത്തിലേക്ക് പുറപ്പെടുന്നതിനൊക്കെ മുമ്പ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ഒരുക്കം കൂട്ടേണ്ടതിന് ഞാൻ സൂചിപ്പിച്ച കിഴക്കേ വാതിലിൻ്റെ അരികിലേക്ക് എത്തും. ആ കിഴക്കേ വാതിലിൻ്റെ അരികിലേക്ക് തിരുസഭ അണയുമ്പോൾ സഹസ്രാബ്ദങ്ങളായി അടഞ്ഞു കിടക്കുന്ന യെരൂശലേമിൻ്റെ കിഴക്കേ വാതിൽ യേശുവിൻ്റെ സാന്നിധ്യത്താൽ വാതിൽ മലക്ക തുറക്കുന്ന രംഗം ആത്മാവിൽ കണ്ടിട്ട് ദാവീദ് സങ്കീർത്തനത്തിൽ എഴുതി വെച്ചു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു. ഒരു ചാതുര്യ കീർത്തനം പാടുവീ. ജയാളികളായി യേശുവിൻ്റെ രക്തത്താൽ ജയമെടുത്ത ദൈവത്തിൻ്റെ മക്കൾ കൂട്ടം കൂട്ടമായി മാർച്ച് ചെയ്തുകൊണ്ട് ആ വാഗ്ദത്ത ഭൂമി പിടിച്ചെടുക്കുമ്പോൾ യെരൂശലേം കേന്ദ്രീകരിച്ചുള്ള 1000 ആണ്ടുകളുടെ അക്ഷരാർത്ഥത്തിലെ മില്ലേനിയം സഹസ്രാബ്ദ യുഗത്തിന് തുടക്കം കുറിക്കും. ആ സഹസ്രാബ്ദ യുഗത്തിന്റെ ആരംഭത്തിന് മുമ്പ് എതിർക്രിസ്തുവും പിശാചുമായവനെ, എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ഗന്ധക തീപ്പൊയ്യിലേക്ക് തള്ളും. പിശാചായവനെ പൂട്ടിയിടും. 1000 ആണ്ട് വാസത്തിന് ശേഷമാണ് അവരെ തുറന്നുവിടുന്നത്. അതുവഴി ഒന്നും പോകാൻ ഞാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നില്ല. ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതാ വചനം ജഡമെടുത്തു. ആ ജഡം ഞാനും നിങ്ങളും ചേർന്ന് കുത്തിത്തുളച്ച് വികൃതമാക്കി പാപപങ്കിലമായ എന്റെയും നിന്റെയും ജീവിതത്തിന്റെ പ്രായശ്ചിത്തത്തിനായി ആ ശരീരം സ്വയം തകർന്നെങ്കിൽ ഇതാ തകർക്കപ്പെട്ട ആ ശരീരത്തിൽ നിന്ന് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നമുക്കൊരിക്കലായി കരഗതമാക്കാൻ ആ ശരീരം കാരണമായി തീർന്നെങ്കിൽ തന്റെ ദേഹമെന്ന തിരശീല ചിന്തി നമുക്കായി ഒരുക്കിയ ആ പുണ്യാകരക്തത്തിൽ അഭയപ്പെട്ടുകൊണ്ട് നമുക്കവന്റെ വരവിന് വേണ്ടി കാതോർക്കാം. നമുക്കവന് വേണ്ടി നമ്മെ ആത്മസമർപ്പണം ചെയ്യാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കണം. പ്രാർത്ഥിച്ച ആശീർവാദത്തോടെയല്ലാതെ ആരും ഇവിടം വിട്ടു പോകരുത്. എല്ലാ കണ്ണുകളും എല്ലാ ഹൃദയവും ഏകാഗ്രമാക്കി ഒരു വേള പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഈ തേജസ്സേറിയവനെ, ഈ കരുത്തുറ്റവനെ, ഈ ഉന്നതനെ, ഈ മഹാദൈവത്തിൻ്റെ പുത്രനെ, അവനെക്കുറിച്ച് പാടാൻ, അവനെക്കുറിച്ച് പ്രസംഗിക്കാൻ, അവനെ ആരാധിക്കാൻ, അവനെക്കുറിച്ച് സാക്ഷ്യം വഹിപ്പാൻ സന്നദ്ധതയോടെ ഒരു പുതുജീവിതത്തിന് തുടക്കം കുറിക്കാൻ ഈ മഹായോഗം പര്യാപ്തമായി തീരട്ടെ. യേശുവിന് ആവശ്യമുണ്ട്. യേശുവിനെ സാക്ഷിക്കാൻ, യേശുവിനെ പ്രസംഗിക്കാൻ വിളിക്കുന്ന ഭൂരിപക്ഷം ആളുകളും യേശുവിനെ അനുധാവനം ചെയ്ത രക്ഷാനിർണയം പ്രാപിച്ച സ്നാനമേറ്റ യേശുവിൻ്റെ അനുഗാമികളാണ്.
ആ അനുഭവത്തിൻ്റെ നടുവിലും എനിക്ക് യേശുവിനെ പ്രസംഗിക്കണം, എനിക്ക് യേശുവിൻ്റെ സാക്ഷിയാകണം, എനിക്ക് യേശുവിന് വേണ്ടി നിൽക്കണം. ആർക്കാഗ്രഹമുണ്ട് അവർക്ക് മാത്രം കരമുയർത്താം. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്.